കഥ തുടരുന്നു. വെളിയം മെയിൻ റോഡിൽ വരെ വാഹനങ്ങളുടെ നീണ്ട നിരയുണ്ടായിരുന്നു. യൂണിഫോം ധരിച്ച വിദ്യാർത്ഥികൾ നിരയായി മറവൻകോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നു. SI ചന്ദ്രശേഖരന്റെ വീടും ചുറ്റുമുള്ള റബ്ബർ തോട്ടവും വരെ തിങ്ങി നിറഞ്ഞു ജനങ്ങൾ. എല്ലാ മുഖങ്ങളിലും ശോകഭാവം. വീടിനുള്ളിൽ നിന്ന് ഇടയ്ക്കിടെ ഉയരുന്ന നിലവിളികൾ. കാവേരിയും ദക്ഷിണയും. കൂട്ടുകാരികൾ ദക്ഷിണയെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. അവൾ പക്ഷേ ഒന്നും കേൾക്കുന്നില്ല. 3 കുട്ടികളും കൂടി പോകുന്നത് കാണാൻ തന്നെ എന്തൊരു രസമായിരുന്നു, അയൽക്കാരിൽ ഒരാൾ മന്ത്രിച്ചു. അതെ അതെ, ആർക്ക് എന്ത് സഹായത്തിനും അവർ ഓടിയെത്തിയിരുന്നു. SIയുടെ മക്കളാണെന്ന യാതൊരു ഭാവവും അവർക്കുണ്ടായിരുന്നില്ല താനും, മറ്റൊരാൾ. മുറ്റത്ത് ടാർപോളിൻ കൊണ്ട് ഒരു ചെറിയ പന്തലുണ്ടാക്കിയിരുന്നു. അതിനിടയിൽ വെളുത്ത തുണി വിരിച്ച ഒരു മേശ. സിറ്റൗട്ടിൽ എവിടേക്കാ മിഴികളുറപ്പിച്ച് ചന്ദ്രശേഖര ഇരിപ്പുണ്ട്. തൊട്ടരികിൽ SP ബാസുരചന്ദ്രനും. അപ്പോൾ ഒരു ആംബുലൻസിന്റെ മോളിൽ കേട്ടു. എല്ലാവരും ഒന്നിച്ചു തിരിഞ്ഞു. ജനങ്ങൾക്കിടയിലൂടെ മെല്ലെ വരികയായിരുന്ന ആംബുലൻസ് ഗേറ്റിന് മുന്നിൽ നിന്നു. ജനങ്ങൾ അതിനരികിലേക്ക് ഓടിയെടുത്തു. പിന്നിലെ വാതിൽ തുറന്ന് പ്രകാശ് ചന്ദ്രൻ ആദ്യം ഇറങ്ങി. ശേഷം അകത്തേക്ക് കൈനീട്ടി സ്ട്രക്ചറിൽ പിടിച്ചു. പ്രഫുല്ലകുമാറും ധനുഷും കൂടി സ്ട്രക്ചറിന്റെ അങ്ങേയറ്റത്തും. അപ്പോഴേക്കും കണ്ടുനിന്ന ജനങ്ങൾ അത് താങ്ങി മുറ്റത്തേക്ക് കൊണ്ടുപോയി. അതിൽ നിശ്ചലനായി കിടക്കുന്നു വൈഷ്ണവ്. ആ പ്രദേശം ഒന്നായി വിലപിച്ചു. ജനങ്ങൾ തിക്കിത്തിരക്കി. തങ്ങളുടെ കൂട്ടുകാരനെ അവസാനമായി കാണുവാൻ വിദ്യാർത്ഥികളും പ്രിയ ശിഷ്യനെ കാണുവാൻ അധ്യാപകരും. ജനത്തെ നിയന്ത്രിക്കുവാൻ പോലീസുണ്ടായിരുന്നെങ്കിലും അക്കാര്യത്തിൽ അവരും പരാജയപ്പെട്ടു. വെള്ളക്കോടി പുതപ്പിച്ച വൈഷ്ണവിന്റെ ശരീരം മേശപ്പുറത്ത് കിടത്തി. എൻ്റെ പൊന്നുമോനെ. അകത്തുനിന്ന് മറ്റു സ്ത്രീകളെ തള്ളിമാറ്റി കാവേരി ഓടി വന്നു. അവർ മകനെ കെട്ടിപ്പിടിച്ചു. കവിളിലും നെറ്റിയിലും മാറി മാറി ഉമ്മ വെച്ചുകൊണ്ട് അലമുറയിട്ടു. മോനെ, വൈഷ്ണവേ, കണ്ണു തുറന്ന് ഈ അമ്മയൊന്ന് നോക്കടാ. കാവേരി. വനിത അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. കഴിഞ്ഞില്ല. മകന്റെ മൃതദേഹത്തിൽ അള്ളിപ്പിടിച്ച് കിടക്കുകയാണവർ. അവളെ മാറ്റണ്ട, കാണട്ടെ അവന് മതിയാവോളം. ഇനിയൊരിക്കൽ കൂടി കാണാൻ പറ്റില്ലല്ലോ. SPയുടെ ശരീരത്തിലേക്ക് ചാരി പുറത്തേക്ക് ഇറങ്ങി വന്ന ചന്ദ്രശേഖർ പറഞ്ഞു. അണ്ണാ. ദക്ഷിണ അവൻ്റെ കാലുകളിൽ ഈശ്വര സമർപ്പിച്ചു. ഇനി ഞങ്ങളുടെ കൂടെ സ്കൂളിൽ വരുന്നത് എങ്ങനെയാണ? ധനുഷ് ആർക്കും മുഖം കൊടുക്കാതെ ഒരു റബ്ബർ മരത്തിലേക്ക് ചാരി നിന്ന് വിതുമ്പി. അവൻ്റെ കൂട്ടുകാർ ചുറ്റും ശ്രദ്ധയോടെ നിന്നു. അല്പം കഴിഞ്ഞപ്പോൾ ഒരു കാറിൽ ഋഷികേശിനെയും അവിടെ കൊണ്ടുവന്നു. വീൽ ചെയറിൽ ഇരുത്തിയാണ് അവനെ തൻ്റെ സഹോദരനെ കാണിച്ചത്. സമയം കടന്നുപോയി. ചിതയൊരുങ്ങി. കൂട്ടവിലാപങ്ങൾക്കിടയിൽ അതിന് തീ കൊളുത്തിയത് ധനുഷാണ്. അപ്പോഴും പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ ജനങ്ങൾ അവിടെ തന്നെ നിന്നു. 4 വയലുകൾ റബ്ബർ മരത്തിനു മുകളിൽ സങ്കടപ്പെട്ട് എന്നവണ്ണം നിശ്ചലരായിരുന്നു. ഒരാഴ്ച പിന്നിട്ടു. ദിവസങ്ങൾക്ക് ശേഷം ദക്ഷിണ പുറത്തേക്കിറങ്ങി. വൈഷ്ണവിൻ്റെ മരണശേഷം അവൾ മയിലുകൾക്ക് തീറ്റ കൊടുത്തിട്ടില്ല. കുടംവല്ല ചുവട്ടിലെ മുട്ടകളെക്കുറിച്ച് അവൾ ഓർത്തു. അവൾ അവിടേക്ക് ചെന്നു. ഒന്നേ നോക്കിയുള്ളൂ. ദക്ഷിണയുടെ മനസ്സ് നീറി. തറയിൽ ചവിട്ടി അമർത്തപ്പെട്ടു ചിതറിക്കിടക്കുന്ന മുട്ടത്തോടുകൾ. ഏട്ടൻ്റെ ശവസംസ്കാര ദിവസത്തെ തിരക്കിനിടയിൽ സംഭവിച്ചതാവാം അതെന്ന് തോന്നി. നിരാശയോടെ അവൾ തിരിഞ്ഞു. ചന്ദ്രശേഖർ അവധിയിലാണ്. ധനുഷും ദക്ഷിണയും ഇതേവരെ സ്കൂളിൽ പോയില്ല. ഋഷികേശ് ആശുപത്രി വിട്ടു അരയ്ക്ക് ഇപ്പോഴും ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. അവൻ്റെ നട്ടലിന് നേരിയ ഫ്രാക്ചർ ഉണ്ടായിരുന്നു. 1 മാസത്തെ വിശ്രമമാണ് ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി. പ്രിൻസിപ്പലും അധ്യാപകരും ചന്ദ്രശേഖരുടെ വീട്ടിലെത്തി. ധനുഷും ദക്ഷിണയും ഇനിയും സ്കൂളിൽ വരാതിരിക്കുന്നത് ശരിയല്ല. ക്രിസ്മസ് എക്സാം അടുത്തു വരുന്നു. ഋഷിക്ക് മറ്റു വിദ്യാർത്ഥികളുടെ നോട്ട് കൊടുത്തുവിടാം. ഏതായാലും ഇനി പഠിത്തം മുടക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല, പ്രിൻസിപ്പൽ തീർത്തു പറഞ്ഞു. അടുത്ത ദിവസം മുതൽ സ്കൂളിൽ ചെല്ലാമെന്ന് അവർ സമ്മതിച്ചു. അന്ന് വൈകിട്ട് ഋഷികേശും ധനുഷും കൂടി അവിടെ ഇരിക്കുമ്പോൾ പ്രകാശ് ചന്ദ്രൻ എത്തി. അവൻ മിക്കവാറും വരാറുണ്ട്. അവനാണ് അവർക്ക് ധൈര്യം പകർന്നു നൽകുന്നത്. സംസാരത്തിനിടയിൽ പെട്ടെന്ന് എന്തോർത്തതുപോലെ ധനുഷ് പറഞ്ഞു. അന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിനിടയിൽ വൈഷ്ണവ് പ്രകാശേട്ടൻ്റെയും സതീശൻ്റെയും പേര് പറഞ്ഞു. പ്രകാശ് ചന്ദ്രൻ്റെ കണ്ണുകൾ ഇടുങ്ങി. എന്താ പറഞ്ഞത്? പേരുകൾ മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നീട് അവൻ സംസാരിച്ചിട്ടില്ല. കഷ്ടം. പ്രകാശ് ചന്ദ്രനും ദുഃഖമായി. അവന് എന്നോടെന്തെങ്കിലും പറയാനുണ്ടായിരുന്നു കാണും. നിങ്ങൾ 3 പേരിലും ചൂടൻ അവനായിരുന്നല്ലോ. ആട്ടെ, ആരാ ഈ സതീശൻ? അവൻ ഇരുവരെയും മാറി മാറി നോക്കി. ഞങ്ങളുടെ സ്കൂളിലുള്ളതാ. എന്തൊക്കെയോ ചുറ്റിക്കളികൾ അവനുണ്ടെന്ന് ഒരിക്കൽ വൈഷ്ണവ് സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഋഷികേശാണ് പറഞ്ഞത്. അത് കണ്ടുപിടിക്കാൻ അവൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. പ്രകാശ് ചന്ദ്രൻ ചിന്തയോടെ മൂളി. ഞാനും ഈ പറഞ്ഞ സതീശനെ കുറിച്ച് ഒന്ന് അന്വേഷിക്കാം. കുറേ സമയം കുട്ടികളോടൊപ്പം ചെലവഴിച്ചിട്ടാണ് പ്രകാശ് ചന്ദ്രൻ പോയത്. അടുത്ത ദിവസം മുതൽ ധനുഷും ദക്ഷിണയും സ്കൂളിൽ പോയി തുടങ്ങി. മറ്റാരും അറിയാതെ ധനുഷ് സതീശൻ്റെ ഓരോ ചലനവും ശ്രദ്ധിക്കാനും തുടങ്ങി. കോമേഴ്സ് 2nd ഇയറാണ് സതീശൻ. ദിവസങ്ങൾ വീണ്ടും കഴിഞ്ഞു. ചന്ദ്രശേഖർ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുകയാണ്. കാവേരി മാത്രം മകൻ്റെ ഓർമ്മകളിൽ നിന്ന് മുക്തയായില്ല. അങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും. മറ്റാരെങ്കിലും അടുത്ത് ചെന്നാൽ പോലും അറിയില്ല. അവരെ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കണമെന്ന് ചന്ദ്രശേഖർ തീരുമാനിച്ചു. അയാളുടെ ലീവ് തീർന്നു. വീണ്ടും അത് നീട്ടിയെടുക്കാൻ തീരുമാനിക്കുന്നതിനിടയിൽ SP ബാസുരചന്ദ്രനും ഭാര്യയും അവിടെ എത്തി. ചന്ദ്രശേഖർ കാര്യം പറഞ്ഞപ്പോൾ SP എതിർത്തു. ഇല്ല ശേഖര, ഇനി താനിങ്ങനെ ഒരിടത്ത് ചടഞ്ഞുകൂടിയിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇപ്പോൾ തന്നെ താനില്ലാത്തതിൻ്റെ കുഴപ്പം സ്റ്റേഷനിലുണ്ട്.
ഒന്ന് നിർത്തി SP തുടർന്നു. പിന്നെ ആ ആക്സിഡൻറ്റ് ഞാൻ അതേക്കുറിച്ച് വിശദമായി അന്വേഷിച്ചു. കാരണം ഓടനാവട്ടം ശശാങ്കൻ്റെയോ മറ്റോ ഒരു നീക്കം ഇതിനു പിന്നിലുണ്ടെന്ന് ഞാൻ സംശയിച്ചിരുന്നു. പക്ഷേ അങ്ങനെയൊന്നുമില്ല, തികച്ചും യാദൃശ്ചികം. ചന്ദ്രശേഖർ തലയാട്ടി. നാളെ മുതൽ ഞാൻ വരാം സാർ. ആ നേരത്തെ ക്രഷർ യൂണിറ്റിൻ്റെ ഓഫീസിലുണ്ടായിരുന്ന ഓടനാവട്ടം ശശാങ്കൻ. അയാൾക്ക് മുന്നിൽ ഐസ് തമ്പിയും. കരിങ്കല്ല് പൊടിക്കുന്നതിൻ്റെ കർണകഠോരമായ ശബ്ദം താഴ്വരയിൽ പ്രതിധ്വനിച്ചു. മൂടൽ മഞ്ഞ് പോലെ പാറപ്പൊടി അന്തരീക്ഷത്തിൽ തങ്ങി നിന്നു. കേട്ടോടോ തമ്പി, എന്താണെന്നറിയില്ല, ദൈവങ്ങൾക്കൊക്കെ എന്നോടിപ്പോൾ വല്ലാത്ത സ്നേഹം പോലെ. അതെന്താ മുതലാളി അങ്ങനെ? തമ്പിക്ക് മനസ്സിലായില്ല. അല്ല, ആ പിള്ളേർക്ക് ഒരു പണി കൊടുക്കണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. എൻ്റെ ആഗ്രഹം പോലെ ആ ആക്സിഡൻ്റ് ഉണ്ടായി. അതുകൊണ്ട് എൻ്റെ പണിയും കുറഞ്ഞു. തമ്പി വലത് കൈ മുഷ്ടി ഒന്ന് മുറുക്കി. മരക്കൊമ്പൊടിയുന്നതുപോലെ ഞൊട്ടകൾ കെട്ടു. പക്ഷേ ശശാങ്കൻ തുടർന്നു, ഇങ്ങനെ പോയാൽ ഒരാൾക്കിട്ടൊരു പണി കൊടുക്കേണ്ടി വരും. ആർക്കാ മുതലാളി? തമ്പിയുടെ കണ്ണുകൾ വികസിച്ചു. ആ SP-ക്ക്. അയാൾ അന്ന് നടന്ന ആക്സിഡൻറ്റിന് പിന്നിൽ ഞാനാണോന്ന് അന്വേഷിച്ചു പോലും. ഐസ് തമ്പി മറുപടി പറയും മുമ്പ് ശശാങ്കൻ്റെ ഫോൺ ശബ്ദിച്ചു. അയാൾ അറ്റൻഡ് ചെയ്തു. തൽക്കാലം ഒന്നും ചെയ്യേണ്ടടാ. ഇറക്കിയിട്ട പാറപ്പൊടിയും മെറ്റലുമൊക്കെ നമ്മുടെ വണ്ടിയിൽ തന്നെ കയറ്റിയേര്. അയാൾ കോൾ കട്ട് ചെയ്ത് ഫോൺ മേശപ്പുറത്തിട്ടു. സെപ്റ്റി ടാങ്ക് ഇനി മാറ്റി പണിയുന്നില്ലേ മുതലാളി? തമ്പി നെറ്റി ചുളിച്ചു. ഇല്ലടാ, അന്നത്തെ സമരക്കാരിൽ ഒരുത്തം പോയില്ലേ? ഇനി അതേ ആവശ്യവുമായി പിള്ളേര് ഇറങ്ങുന്നോന്ന് നോക്കാം. ഓഫീസിന് മുന്നിലൂടെ ഒരു ടിപ്പർ ലോറി പാഞ്ഞു പോയി. ഇതിനകത്തെങ്കിലും ഇവന്മാർക്കൊന്ന് വേഗം കുറച്ചുകൂടെ? ശശാങ്കൻ പിറുപിറുത്തു. തമ്പി ഓർമ്മിപ്പിച്ചു. പക്ഷേ മുതലാളി, ആ പ്രകാശ് ചന്ദ്രൻ കുഴപ്പമുണ്ടാക്കില്ലേ? ശശാങ്കൻ്റെ കണ്ണുകൾ കോർത്തു. താൻ എഴുതി കൊടുത്തിരിക്കുന്ന മുദ്രപത്രം അവൻ്റെ കയ്യിലാണ്. ശശാങ്കൻ കടുപ്പിച്ചു മൂളി. നമുക്ക് അല്പം കൂടി കാത്തിരിക്കാമെടാ. ദൈവം വീണ്ടും കനിഞ്ഞാലോ എന്നോട്? SP-യുടെ മോനെയും അങ്ങ് കൊണ്ടുപോകണമെന്ന് കാലം തീരുമാനിച്ചിട്ടുണ്ടെങ്കിലോടോ? അയാൾ ചിരിച്ചു. തമ്പിയും. 1 മാസം പിന്നിട്ടപ്പോൾ ഋഷികേശും സ്കൂളിൽ പോയി തുടങ്ങി. അപ്പോഴാണ് ഒരു സുഹൃത്ത് ധനുഷിനോട് പറഞ്ഞത്, നീ നമ്മുടെ സതീശനെ ഒന്ന് ശ്രദ്ധിച്ചേ. ഒരു വശപശ കൊണ്ട് ധനുഷിൻ്റെ മനസ്സ് ജാഗരൂകമായി. വൈഷ്ണവിൻ്റെ അവസാന വാക്കുകൾ. വല്ല കഞ്ചാവും അടിക്കുന്നുണ്ടോടോ അവൻ? അങ്ങനെ തോന്നിയില്ല. അവൻ എന്തിയെ? ബാത്റൂമിലേക്ക് പോയിട്ടുണ്ട്. ഋഷികേശിനോട് വിവരം പറഞ്ഞിട്ട് അവനും അവിടേക്ക് പോയി. സതീശനെ കണ്ടില്ല. അവൻ രാജൻ ബാബു സാറിനോടും വിനു സാറിനോടും നിഖിൽ സാറിനോടും വിവരം പറഞ്ഞു. പിറ്റേന്ന് സതീശൻ്റെ അമ്മ സ്കൂളിൽ വന്നു. അത് കണ്ട് രാജൻ ബാബു സാറും ഒപ്പം ചെന്നു. ഞങ്ങൾ സതീശൻ്റെ അമ്മയെ ഇങ്ങോട്ടൊന്ന് വിളിപ്പിക്കണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു, ബാബു സാർ പറഞ്ഞു. ഏതായാലും വന്നത് നന്നായി. എന്തിനാണ് സാർ? ആ സ്ത്രീയുടെ മുഖം ഇളറി. അവൻ ഇവിടെയും വല്ല പ്രശ്നവും ഉണ്ടാക്കിയോ? ബാബു സാറും പ്രിൻസിപ്പലും പരസ്പരം നോക്കി. ഇവിടെ അങ്ങനെയൊന്നുമില്ല. വീട്ടിലോ? അതേക്കുറിച്ച് പറയാനാ സാറേ ഞാൻ വന്നത്. അവർ ഒന്ന് വിതുമ്പി. ഇക്കാര്യം എങ്ങാനും അവൻ്റെ അച്ഛനറിഞ്ഞാൽ ആ നിമിഷം ജോലി കളഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരും. കഷ്ടപ്പാട് കൊണ്ടാ സാറേ അങ്ങേര് ലീവിന് പോലും വരാതെ അവിടെ തന്നെ നിൽക്കുന്നത്. ഇരിക്കെ, എന്നിട്ട് സംസാരിക്കാം. പ്രിൻസിപ്പൽ കസേരയിലേക്ക് കൈ ചൂണ്ടി. വീഴും പോലെ ആ സ്ത്രീ ഇരുന്നു. സാരി തലപ്പുയർത്തി കണ്ണു തുറച്ചു. പറയൂ, എന്താ കാര്യം? പ്രിൻസിപ്പൽ അവരുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. സഹി കേട്ടിട്ടാ സാറേ ഞാനിങ്ങോട്ട് വന്നത്. അയൽക്കാരറിഞ്ഞാൽ അവർ പറയും ഞാനാണ് മോനെ എല്ലാത്തിനും വളം വെച്ച് കൊടുക്കുന്നതെന്ന്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നിങ്ങൾ കാര്യത്തിലേക്ക് വന്നില്ല. ബാബു സാറും ഒരു കസേരയിലിരുന്നു. സാറന്മാർക്കറിയാമോ, അവൻ്റെ വഴക്കുകാരന് ഞാനൊരു ബൈക്ക് വാങ്ങിച്ചു കൊടുത്തു. 2 തവണ മൊബൈൽ ഫോൺ. കാശുണ്ടായിട്ടല്ല സാറേ. അല്ലെങ്കിൽ ചിലപ്പോൾ അവനെന്നെ തല്ലുമെന്ന് പോലും തോന്നി. ചില നേരത്ത് അവനൊരു ശത്രുവിനെ പോലെയാ എന്നെ കാണുന്നത്. അവർ കേട്ടിരുന്നു. ഒന്ന് നിർത്തി. വീണ്ടും കണ്ണു തുറച്ചിട്ട് ആ സ്ത്രീ തുടർന്നു. വീടിനടുത്ത് 5 സെൻറ്റ് വസ്തു വാങ്ങാൻ അഡ്വാൻസ് കൊടുത്തിരുന്നതാ ഞങ്ങൾ. ഗൾഫിൽ നിന്ന് അദ്ദേഹം പലിശയ്ക്ക് എടുത്ത് അയച്ചു തന്ന പണമാ. 5 ലക്ഷം രൂപ. കഴിഞ്ഞ ദിവസം ഞാൻ ബാങ്കിൽ ചെന്നപ്പോൾ 2000 ബാക്കിയുണ്ട്. അവർ കണ്ണുകൾ അടച്ചു കുനിഞ്ഞിരുന്നു. ബാക്കി എന്തിയെ? അമ്പരന്ന് പോയി പ്രിൻസിപ്പലും ബാബു സാറും. അലമാരയിലാണ് ഞാൻ ATM കാർഡ് വെച്ചിരുന്നത്. നേരത്തെ സതീശനോട് പണം എടുപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ പിൻ നമ്പറൊക്കെ അവനറിയാമായിരുന്നു. ATM വഴിയാ സാറേ 2 മാസത്തിനുള്ളിൽ അവൻ ആ രൂപ മുഴുവൻ പിൻവലിച്ചത്. അവർ ശബ്ദമില്ലാതെ കരഞ്ഞു. പക്ഷേ ഞാൻ ചോദിച്ചിട്ട് അവൻ സമ്മതിക്കുന്നില്ല. എന്നെ തല്ലാൻ വരികയാ. പ്രിൻസിപ്പലിൻ്റെ മുറിയിൽ അല്പനേരത്തേക്ക് നിശബ്ദത പരന്നു. കാര്യം തങ്ങൾ കരുതുന്നതിനും അപ്പുറമാണെന്ന് ബാബു സാറിന് മനസ്സിലായി. അയാൾ നിഖിൽ സാറിനെയും വിനു സാറിനെയും കൂടി വിളിച്ച് വിവരം പറഞ്ഞു. വിനു സാർ സതീശിൻ്റെ അമ്മയോട് നിർദ്ദേശിച്ചു, തൽക്കാലം ഇക്കാര്യം ഇനി അവനോട് ചോദിക്കരുത്. ഇവിടെ വന്നതും ഞങ്ങളോട് സംസാരിച്ചതും അവനറിയണ്ട. ആ പണമൊക്കെ എങ്ങനെ ചെലവായെന്ന് ഞങ്ങളും കൂടി ഒന്ന് അന്വേഷിക്കട്ടെ. ആ സാധുശ്രീ തലയാട്ടി. അപ്പോൾ പ്രിൻസിപ്പൽ തിരക്കി, അവൻ്റെ കൂടെ ആരെങ്കിലും വീട്ടിൽ വരാറുണ്ടോ? ഉണ്ട് സാർ. മിക്കവാറും ശനി ഞായർ ദിവസങ്ങളിൽ 4-5 പേരുണ്ടാവും. ഈ സ്കൂളിൽ പഠിക്കുന്നവരാണോ? അവരുമുണ്ട്. ഒരു ഫോൺ വന്നപ്പോൾ നിഖിൽ സാർ പുറത്തേക്ക് പോയി. അവിടെ വന്നിട്ട് എല്ലാവരും കൂടി എന്ത് ചെയ്യും? അവൻ്റെ മുറിയിൽ കയറി വാതിലടയ്ക്കും. പിന്നെ ടേപ്പ് റെക്കോർഡിൽ ഓൺ ചെയ്ത് ഉച്ചത്തിൽ പാട്ട് വയ്ക്കും. ഞാൻ ചെന്ന് വിളിച്ചാൽ പോലും വാതിൽ തുറക്കത്തില്ല.
ആ സ്കൂളിൽ പഠിക്കുന്ന ഏതൊക്കെ വിദ്യാർത്ഥികൾ സതീശിൻ്റെ വീട്ടിൽ വെച്ച് എല്ലാറുണ്ടെന്ന് അവർ ചോദിച്ചു മനസ്സിലാക്കി. എങ്കിലിനി അമ്മ പോയിക്കോ, ഇൻ്റർവെല്ലിന് സമയമായി, വിനു സാർ അറിയിച്ചു. നിങ്ങൾ റോഡിൽ എത്തിയതിന് ശേഷമേ ഞാൻ ബെല്ലടിക്കൂ. എല്ലാവരെയും ഒന്ന് തൊഴുതിട്ട് അവർ പോയി. കഷ്ടം, തിരികെ എത്തിയ നിഖിൽ സാർ മന്ത്രിച്ചു. സതീശൻ വല്ലാതെ വഷളായിരിക്കുന്നു. പക്ഷേ ഇവിടെ അവൻ യാതൊരു പ്രശ്നമുണ്ടാക്കാത്തത് എന്താണെന്ന് ഞാൻ ചിന്തിക്കുന്നത്. അതിന് കാരണമുണ്ട് സാറേ, വിനു സാർ പറഞ്ഞപ്പോൾ എല്ലാവരും അയാളെ നോക്കി. അവൻ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിയിരിക്കുന്നത് കണ്ടിട്ടില്ലേ? എനിക്കുറപ്പാ അവൻ ഈ ലോകത്തൊന്നുമല്ല. അമ്മമാർ മാത്രം വീട്ടിലുള്ള പല കുട്ടികളുടെയും അവസ്ഥ ഇതാ. ആദ്യമൊക്കെ അച്ഛന്മാർ അറിയാതെ, അല്ലെങ്കിൽ അവരെ കൂടി നിർബന്ധിച്ചിട്ട് ഇവർ മക്കളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കും. പിന്നീട് ഇവർക്കും മക്കളെ നിയന്ത്രിക്കാൻ കഴിയാതെ വരും. അത് നേരാ, നിഖിൽ സാറും സമ്മതിച്ചു. 5ലും 6ലുമൊക്കെ പഠിക്കുന്ന കുട്ടികളെ കൊണ്ട് അമ്മമാർ സ്കൂട്ടർ ഓടിപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ? ആ നേരത്ത് അവർക്ക് അതൊരു അഭിമാനമാണ്. പിന്നീട് വല്ലതും പറ്റി കഴിയുമ്പോഴാണ് സ്വബോധമുണ്ടാകുന്നത്. ഇൻ്റർവെല്ലിന് ബെല്ലടിച്ചപ്പോൾ അവർ പിരിഞ്ഞു. അധ്യാപകർ രഹസ്യമായി അന്വേഷണം തുടങ്ങി. ധനുഷിനെയും ഋഷികേശിനെയും ഒക്കെ വിളിച്ച് അവർ വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. ഉച്ച കഴിഞ്ഞു. ധനുഷ് തിടുക്കത്തിൽ വിനുസാറിൻ്റെ അടുത്തെത്തി. അയാളെ രഹസ്യമായി വിളിച്ചു മാറ്റി നിർത്തി പറഞ്ഞു, സാർ, ഒരു സൂചന കിട്ടി. വിനുസാറിൻ്റെ മുഖം തെളിഞ്ഞു. എന്താടാ? ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന അഭിമന്യുവാണ് വിവരം പറഞ്ഞത്. സതീശൻ ബാത്റൂമിൽ വെച്ച് സ്റ്റാമ്പ് പോലെ എന്തോ നാവിനിടയിൽ ഒട്ടിച്ചു വയ്ക്കുന്നത് കണ്ടെന്ന്. സ്റ്റാമ്പോ? വിനുസാറിന് പിടികിട്ടിയില്ല. അതെ, അഭിമന്യു ഈ വിവരം പറഞ്ഞ ഉടനെ ഞങ്ങൾ സതീശനെ നിരീക്ഷിച്ചു. അതിനുശേഷം അവൻ്റെ ഭാവം പെട്ടെന്ന് മാറിയിട്ടുണ്ട്, കണ്ണൊക്കെ ചുവന്നിട്ട്. ശരി, ധനുഷ് പോയിക്കോ, സതീശനിലൊരു ശ്രദ്ധ വേണം. ശരി സാർ. ധനുഷ് ക്ലാസ്സിലേക്ക് പോയി. ഉച്ച കഴിഞ്ഞ് 2ാമത്തെ പീരീഡ് പകുതിയായപ്പോൾ സതീശനെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. പ്രിൻസിപ്പലും ബാബു സാറും വിനു സാറും നിഖിൽ സാറും ഉണ്ടായിരുന്നു അവിടെ. എന്താണ് സാർ? സ്വാതന്ത്ര്യത്തോടെ സതീശൻ കടന്നു വന്നു. അവൻ്റെ കണ്ണുകൾ ചുവന്നിരിക്കുന്നത് അവർ ശ്രദ്ധിച്ചു. എടാ, നമ്മുടെ NSS യൂണിറ്റ് നിർധനരായ 2 വിദ്യാർത്ഥികൾക്ക് വീട് വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നിന്റെ അച്ഛനോട് പറഞ്ഞാൽ കുറച്ച് പണം തരില്ലേ? നീ നോക്കിയാൽ അത് നടക്കും, എനിക്കറിയാം. വിനു സാർ അവൻ്റെ ഓരോ ചലനവും ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ അച്ഛനോട് ചോദിക്കാം സാർ. എല്ലാം ശ്രദ്ധിച്ച് നിന്നിരുന്ന ബാബു സാർ പെട്ടെന്ന് നിർദ്ദേശിച്ചു. നീ വായിന്ന് തുറന്നേ, നിന്റെ വായിലെന്തോ കണ്ടതുപോലെ. ഒന്നുമില്ല സാർ, അവനൊന്ന് പരിങ്ങി. അല്ലടാ, എന്തോ ഉണ്ട്. സാർ അവൻ്റെ തോളിൽ കൈവച്ചു. സതീശൻ ഞെട്ടി. എങ്കിലും വാ തുറന്നു. ഒന്നും കണ്ടില്ല. നിന്റെ നാക്ക് മുകളിലേക്കൊന്ന് ഉയർത്തിക്കേടാ. പറഞ്ഞത് നിഖിൽ സാറാണ്. അവിടെ ഒന്നുമില്ല സാർ. അവൻ മടിച്ചു. ചീ, പൊക്കടാ. നിഖിലിൻ്റെ ദേഷ്യം വന്നു. സാറൻ തന്നെ പേടിപ്പിക്കുകയാണോ? സതീശിൻ്റെ ഭാവം മാറിയത് പെട്ടെന്നാണ്. അധ്യാപകർ പ്രിൻസിപ്പലടക്കം ഞെട്ടിപ്പോയി. ഇൻ്റർവെല്ലിനുള്ള ബെല്ലടിച്ചു. ആ നേരത്തായിരുന്നു സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് ഡ്രിൽ ഇൻസ്ട്രക്ടറായ ഹെഡ് കോൺസ്റ്റബിൾ അശോകൻ്റെ വരവ്. ബാബു സാർ ഫോണിലൂടെ അയാൾക്ക് എന്തോ സൂചന കൊടുത്തു. അയാളെ കണ്ടത് സതീശൻ പരിങ്ങി. സതീശനെ ഓഫീസിലേക്ക് വിളിപ്പിച്ചത് എന്തിനെന്നറിയാൻ ചില വിദ്യാർത്ഥികൾ പ്രിൻസിപ്പലിൻ്റെ റൂമിലേക്ക് എത്തി നോക്കി. ബാബു സാർ അവരെ ഓടിച്ചു. എന്താ സാർ ഇത്? ഒന്നറിയാത്ത പോലെ അശോകൻ എല്ലാവരെയും മാറി മാറി നോക്കി. ബാബു സാർ കാര്യം പറഞ്ഞു. അശോകൻ സതീശന് നേരെ തിരിഞ്ഞു. നീ നാവ് പൊക്കത്തില്ലെങ്കിൽ നമുക്ക് നേരെ സ്റ്റേഷനിലേക്ക് പോകാം, എന്താ? അയ്യോ വേണ്ട സാർ. സതീശന് ഭയമായി. എങ്കിൽ നാവ് പൊക്ക്. അതിനിടെ സതീശൻ എന്തോ വിഴുങ്ങാൻ തുടങ്ങിയെങ്കിലും കഴിഞ്ഞില്ല. അവൻ വായിലേക്ക് കൈയിടാൻ ഭാവിച്ചപ്പോൾ അശോകൻ അതിൽ കയറി പിടിച്ചു. വിളച്ചിലെടുക്കല്ലേ? മടിയോടെ അവൻ വാ തുറന്നു നാവ് ഉയർത്തി. എന്തോ ഒരു സാധനം അവർ കണ്ടു. പോസ്റ്റൽ സ്റ്റാമ്പ് കിടക്കിയ ഒരെണ്ണം. അത് നാവിനിടയിൽ ഒട്ടിച്ചിരിക്കുകയാണ്. നീ എന്താടാ സ്റ്റാമ്പ് ഒട്ടിച്ച് നിന്റെ നാവ് പോസ്റ്റ് ചെയ്യാൻ പോവുകയാണോ? വിനു സാറാണ് ചോദിച്ചത്. സതീശൻ കുടുക്കുടെ വിയർത്തു. അതിങ്ങോട്ട് എടുത്തു വയ്ക്കടാ. അശോകൻ ഒരു വെള്ള പേപ്പർ എടുത്ത് നീട്ടി. അവൻ അത് നശിപ്പിച്ച് കളയാതിരിക്കാൻ അധ്യാപകർ കരുതലോടെ നിന്നു. യാന്ത്രികമായി സതീശൻ സ്റ്റാമ്പ് ഇളക്കി പേപ്പറിൽ വെച്ചു. പ്രിൻസിപ്പലിനോ അധ്യാപകർക്കോ അത് എന്തെന്ന് പിടികിട്ടിയില്ല. പക്ഷേ അശോകന് മനസ്സിലായി. ലഹരിയുടെ തമ്പുരാനായ NSD സ്റ്റാമ്പ്. അപ്പോൾ ഓഫീസ് റൂമിലേക്ക് ധനുഷും ഋഷികേശും കടന്നു വന്നു. സാർ, ഇവനിത് കിട്ടുന്നത് എവിടെ നിന്നെന്ന് അറിയണം. വൈഷ്ണവിന് ഇവനെക്കുറിച്ച് ചില സൂചനകൾ കിട്ടിയിരുന്നെന്ന് ഞങ്ങൾക്കിപ്പോൾ തോന്നുന്നു, ധനുഷ് പറഞ്ഞു. എടാ, പകയോടെ സതീശൻ തിരിഞ്ഞു. അതിൻ്റെ ഫലമാടാ അവൻ ചത്തുപുഴുത്തു മണ്ണിൽ കിടക്കുന്നത്. ഇനി അടുത്തത് നിൻ്റെയൊക്കെ ഉഴമ, കരുതിയിരുന്നോ? അവൻ്റെ അഭാവമാറ്റവും വാക്കുകളും സകലരെയും ഞെട്ടിച്ചു. അപ്പോൾ വൈഷ്ണവിനെ ശ്മശാന തുല്യമായ ഒരു നിശബ്ദതയിൽ അവർ ഒരു നിമിഷം മരവിച്ച് നിന്നുപോയി. അടുത്ത നിമിഷം അപ്രതീക്ഷിതമായി അത് ഒന്ന് സംഭവിച്ചു. തൻ്റെ വാക്കുകളിൽ നിന്നേറ്റ ആഘാതത്തിൽ നിന്നവർക്കിടയിലൂടെ റോക്കറ്റ് വേഗത്തിൽ സതീശൻ പുറത്തേക്ക് കുതിച്ചു. പിടിക്കാവനെ, ഹെഡ് കോൺസ്റ്റബിൾ അശോകൻ പിന്തുടർന്നു. ഒപ്പം ഹാഫ് ഡോർ വലിച്ചു തുറന്ന് സതീശിൻ്റെ പിന്നാലെ പാഞ്ഞു. വാടാ. ധനുഷും ഋഷികേശും ഒപ്പം ഓടി. ഇൻ്റർവെൽ സമയമായിരുന്നതിനാൽ സ്കൂൾ മുറ്റത്തും ഗ്രൗണ്ടിലുമൊക്കെ നിറയെ വിദ്യാർത്ഥികളായിരുന്നു. അവനെ പിടിക്ക്, അശോകൻ മറ്റു വിദ്യാർത്ഥികളോട് അലറി. ഓടുന്നതിനിടയിൽ സതീശൻ മുരണ്ടു. ഒറ്റയൊരുത്തൻ അടുത്തു വരരുത്, കൊല്ലുന്നെ. അവൻ്റെ അഭാവത്തിന് മുന്നിൽ മറ്റുള്ളവർ അമ്പരന്നു. ഞൊടിയിടയിൽ സതീശൻ ഗേറ്റ് കടന്നു. ആ സമയം ഒരു ബൈക്ക് പാഞ്ഞെത്തി അവൻ്റെ അരികിൽ സ്ലോ ചെയ്തു.
സതീശൻ അവൻ്റെ പിന്നിൽ ചാടിക്കയറി. ബൈക്ക് വീണ്ടും മുന്നോട്ട് കുതിക്കവേ അശോകൻ അതിൻ്റെ പിന്നിലെ കമ്പിയിൽ പിടിച്ചു. ഓടിയെത്തിയ ധനുഷും ഋഷികേശും ബൈക്ക് തടഞ്ഞു. പക്ഷേ അതിലിരുന്ന ഹെൽമറ്റ് ധാരി പെട്ടെന്ന് അത് ഊരി വീശിയടിച്ചു. മിന്നായം പോലെ അപരിചിതമായ ഒരു മുഖം കണ്ടതിനൊപ്പം ധനുഷ് ഒരു വശത്തേക്ക് വേവിച്ചു. എന്നാൽ ആ ഹെൽമറ്റിൽ അവൻ പിടിമുറുക്കിയിരുന്നു. ബൈക്കിലിരുന്നവൻ ഹെൽമറ്റിലെ പിടിവിട്ടിട്ട് ആക്സിലേറ്റർ തിരിച്ചു. അതിൻ്റെ പിൻചക്രം തറയിൽ കറങ്ങി. മൺതരികൾ തെറിച്ചു. അത് അശോകൻ്റെ കണ്ണുകളിലേക്ക് വീണു. അയാളുടെ പിടി അയഞ്ഞു. ഒറ്റ നിമിഷത്തിനുള്ളിൽ ബൈക്ക് മുന്നിലെ വളവിൽ മറഞ്ഞു. ഛേ! അശോകൻ പല്ലിഞ്ഞരിച്ചു. ആ ബൈക്കിൽ വന്നവനെ നേരത്തെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അയാൾ ഋഷികേശിനോടും ധനുഷിനോടും ഓടിയെടുത്ത വിദ്യാർത്ഥികളോടും തിരക്കി. ഇല്ല സാർ, പക്ഷേ ഈ ബൈക്കിൽ സതീശൻ ഇവിടെ പലപ്പോഴും വന്നിട്ടുണ്ട്, കുട്ടികൾക്കിടയിൽ നിന്ന് ആരോ പറഞ്ഞു. അശോകൻ അപ്പോൾ തന്നെ സെൽഫോൺ എടുത്ത് പോലീസിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു. ബൈക്കിൻ്റെ നമ്പർ പറഞ്ഞു കൊടുത്തു. നിരാശയോടെ ധനുഷ് തൻ്റെ കയ്യിലിരുന്ന ഹെൽമറ്റ് നിലത്തേക്ക് എറിയാനാഞ്ഞു. എന്നാൽ അവൻ്റെ കണ്ണുകൾ അതിനുള്ളിൽ ഉടക്കി. സാർ, ഇത് കണ്ടോ? അവൻ അശോകനോട് പറഞ്ഞതും സ്കൂളിൽ ബെൽ മുഴങ്ങി. അശോകൻ ഹെൽമറ്റ് വാങ്ങി. എന്നിട്ട് കുട്ടികളോട് നിർദ്ദേശിച്ചു. നിങ്ങൾ ക്ലാസ്സിൽ പോ. ഋഷികേശ് ധനുഷ് ഒഴികെയുള്ളവർ പോയി. നിഖിൽ സാറും ബാബു സാറും മിനു സാറും അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. അശോകൻ ഹെൽമറ്റിനുള്ളിലേക്ക് കൈ കടത്തി. അതിൻ്റെ സ്പോഞ്ചിനടിയിൽ എന്തോ ചേർത്ത് വച്ചിരുന്നു. അശോകൻ അത് വലിച്ചെടുത്തു. സകലരുടെയും പുരികം ചുളിഞ്ഞു. സ്റ്റാമ്പുകൾ 25 നേരത്തെ സതീശിൻ്റെ ദാവിനിടയിൽ നിന്ന് ഇളക്കിയെടുത്ത തരത്തിലുള്ളത്. എന്താ അശോകൻ സാറേ ഇതിൻ്റെ പ്രത്യേകത? ചോദിച്ചത് നിഖിൽ സാറാണ്. അശോകൻ അവ തിരിച്ചും മറിച്ചും നോക്കിയിട്ട് വിശദീകരിച്ചു. അരമണിക്കൂറോളം ഇത് നാവിനടിയിൽ ഒട്ടിച്ചു വെച്ചാൽ 2 ദിവസത്തോളം അതിശക്തമായ ലഹരി ലഭിക്കും. ഇവയ്ക്ക് ഭാരം കുറവായതിനാൽ സാധാരണ തപാൽ സ്റ്റാമ്പുകളാണെന്ന് മറ്റുള്ളവർ കരുതും. പോളണ്ട്, നെതർലൻഡ്, പോർച്ചുഗൽ തുടങ്ങിയ രാജ്യങ്ങളാണ് ഇവയുടെ ഉറവിടം. ഏറ്റവും രസകരമായ കാര്യം, ഒരു സ്റ്റാമ്പിന് ഏജന്റുമാർ 2000 മുതൽ 7000 രൂപ വരെ ഈടാക്കാറുണ്ട് എന്നതാണ്. അതോടെ അധ്യാപകർക്ക് കാര്യം ബോധ്യമായി. സതീശിൻ്റെ അമ്മ പറഞ്ഞത് 5 ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ട വഴി. ഒന്നുകിൽ സതീശൻ ഇവയുടെ ഏജന്റ് കൂടിയായിരിക്കണം. പലരിൽ നിന്നായി അവന് പണം കിട്ടാൻ കാണും. അമ്മയുടെ അക്കൗണ്ടിലെ പണം ATM വഴി എടുത്ത് അവൻ തനിക്ക് സ്റ്റാമ്പ് നൽകിയവർക്ക് നൽകിയിട്ടുണ്ടാവും. അശോകനും ധനുഷും ഋഷികേശും അധ്യാപകരും സ്കൂളിലേക്ക് തിരിച്ചു നടന്നു. വൈകിട്ട് വീട്ടിലേക്ക് മടങ്ങുമ്പോഴും ധനുഷിൻ്റെയും ഋഷികേശിൻ്റെയും ചിന്ത സതീശിനെ കുറിച്ചായിരുന്നു. കോപതാപങ്ങൾക്കിടയിൽ അവൻ്റെ നാവിൽ നിന്നിറന്ന വാക്കുകൾ വൈഷ്ണവിനെ സംബന്ധിച്ചത്. എനിക്ക് ഉറപ്പാ ഋഷി, ധനുഷ് തീർത്തു പറഞ്ഞു. സതീശിൻ്റെ ബിസിനസ്സിനെ കുറിച്ച് വൈഷ്ണവിന് തീർച്ചയായും അറിയാമായിരുന്നു. പക്ഷേ അവനൊന്നും നമ്മളോട് പറഞ്ഞിരുന്നില്ലല്ലോ, ഋഷികേശ് തർക്കിച്ചു. എല്ലാം ഉറപ്പായിട്ട് പറയാമെന്ന് അവൻ കരുതി കാണും. അതായിരുന്നല്ലോ അവൻ്റെ രീതി. ധനുഷിൻ്റെ ശബ്ദം പതറി. ഈ ചർച്ചകൾ കേട്ട് ഒന്നും മിണ്ടാതെ നടക്കുകയായിരുന്നു ദക്ഷിണ. ഇപ്പോൾ അവൾ ചുണ്ടനക്കി. ഒരു ദിവസം സതീശൻ്റെ കാര്യമെന്തോ വൈഷ്ണവേട്ട എന്നോട് പറയാൻ ഭാവിച്ചതാ. എന്നിട്ട് ഇരുവരും അവൾക്ക് നേരെ തിരിഞ്ഞു. ആ നേരത്താ പ്രകാശേട്ടൻ വീട്ടിൽ വന്നത്. പിന്നീട് പറയാമെന്ന് പറഞ്ഞ് വൈഷ്ണവേട്ടൻ എഴുന്നേറ്റു പ്രകാശേട്ടൻ്റെ അടുത്തേക്ക് പോയി. ഇപ്പോൾ കാര്യം കുറെ കൂടി വ്യക്തമായി. അതാണ് വൈഷ്ണവി സതീശിൻ്റെ പ്രകാശിൻ്റെ പേരുകൾ പറഞ്ഞത്. അവന് ഇക്കാര്യം പ്രകാശേട്ടനോട് പറയണമെന്നുണ്ടായിരുന്നു. ധനുഷ് മന്ത്രിച്ചു. അവർ വീട്ടിലെത്തി. ചന്ദ്രശേഖർ എത്തിയിട്ടില്ല. കാവേരി യാന്ത്രികമായി മക്കൾക്ക് കാപ്പി കൊടുത്തു. അപ്പോൾ ലാൻഡ് ഫോൺ ശബ്ദിച്ചു. ദക്ഷിണയാണ് ഫോൺ എടുത്തത്. ഒരു നിമിഷം കഴിഞ്ഞ് അവൾ വിളിച്ചു പറഞ്ഞു. പ്രകാശേട്ടാ, ധനുഷേട്ടനെ വിളിക്കുന്നു. ധനുഷും ഋഷികേശും ഒന്നിച്ച് ഹാളിലേക്ക് ചെന്നു. ധനുഷ് റിസീവർ കാതോട് ചേർത്തു. ഞാനാ പ്രകാശേട്ടാ. പിന്നെ പ്രകാശ് ചന്ദ്രൻ്റെ ശബ്ദത്തിൽ ഒരു തിടുക്കം. ഞാൻ പറയുന്നത് കേട്ട് ഞെട്ടരുത്. ഇല്ല, അങ്ങനെ പറഞ്ഞെങ്കിൽ അവൻ്റെ നെഞ്ചിടിപ്പ് പെട്ടെന്ന് വർദ്ധിച്ചു. അഭിമന്യു ഇല്ലേ ധനുഷേ, ഞങ്ങളുടെ കൂട്ടുകാരൻ? അതെ. ഇന്ന് സ്കൂളിൽ ചില പ്രശ്നങ്ങളുണ്ടായോ? ഉണ്ടായി, സതീശനുമായി ബന്ധപ്പെട്ട്. അക്കാര്യം പ്രകാശേട്ടനെ വിളിച്ച് പറയണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു ഞങ്ങൾ. അവൻ്റെ ശബ്ദത്തെ ഇടയ്ക്ക് വെച്ച് മുറിച്ചുകൊണ്ട് പ്രകാശ് ചന്ദ്രൻ്റെ ഒച്ച കേട്ടു. ആ പ്രശ്നത്തിൻ്റെ ബാക്കിയാണോ എന്ന് എനിക്ക് ഒരു സംശയം. അഭിമന്യുവിന് ആക്സിഡൻറ്റ്. നടുങ്ങിപ്പോയി ധനുഷ്. പ്രകാശ് ചന്ദ്രൻ്റെ ശബ്ദം ലാവ കണക്കെ റിസീവറിലൂടെ അവൻ്റെ കാതുകളിലേക്ക് വീണു. അഭിമന്യുവിനെ ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുക. പ്രതീക്ഷയ്ക്ക് വകയില്ലെന്നാണ് കേട്ടത്. ശിരസില മുറിവ്. ധനുഷ് വല്ലാതെ തളർന്നു. റിസീവർ പിടിച്ചിരുന്ന അവൻ്റെ കൈ വിറച്ചു. ഏത് ആശുപത്രിയിലാ? ഞങ്ങളും വരാം. വരരുത്. പ്രകാശ് ചന്ദ്രൻ്റെ ശബ്ദത്തിൽ പോലും ജാഗ്രത മണത്തു. അത് പറയാനാണ് ഞാൻ വിളിച്ചത്. നിങ്ങൾ ഇന്നിനി പുറത്തേക്ക് ഇറങ്ങരുത്. രാത്രിയിൽ ഞാൻ വിളിക്കാം. അപ്പുറത്ത് പെട്ടെന്ന് ഫോൺ കട്ടായി. ഇത് കർത്തവ്യ മോഡരായി ധരിച്ചു നിന്ന് പോയി ധനുഷ്. എന്നതാടാ? ഋഷികേശ് അവനെ തുറച്ചു നോക്കി. ദക്ഷിണയും. റിസീവർ ക്രാഡിലേക്ക് ഇട്ടിട്ട് അവൻ പറഞ്ഞു. ഋഷികേശിൻ്റെ മുഖത്തെയും ചോരമയം മാറുന്നു. എനിക്ക് പേടി തോന്നുന്നു. ദക്ഷിണ വിങ്ങിപ്പൊട്ടി. കൊന്നതാ വൈഷ്ണവേട്ടനെയും. എടി ഒന്ന് പതുക്കെ. ധനുഷ് അവളുടെ വാ പൊത്തി. അമ്മ കേൾക്കരുത്. ഋഷികേശ് പെട്ടെന്ന് അച്ഛൻ്റെ സെൽഫോണിലേക്ക് വിളിച്ചു. ചന്ദ്രശേഖരെ കിട്ടി. ഞാൻ തിരക്കിലാടാ, അങ്ങോട്ട് വിളിക്കാം. അറിഞ്ഞല്ലോ അഭിമന്യുവിൻ്റെ കാര്യം? അറിഞ്ഞച്ചാ. അപ്പോഴേക്കും ചന്ദ്രശേഖർ ഫോൺ കട്ട് ചെയ്തു. രാത്രി 10 മണി.
ബൊലോറോ മുറ്റത്ത് വന്ന് ബ്രേക്കിട്ടു. അതിൽ നിന്ന് ചന്ദ്രശേഖർ ഇറങ്ങി വണ്ടി തിരിച്ചുപോയി. മക്കൾ മൂവരും പൂമുഖത്ത് തന്നെ ഉണ്ടായിരുന്നു. അയാളെ കണ്ടതും അവർ എഴുന്നേറ്റു. അച്ഛാ, അഭിമന്യുവിന് എങ്ങനെയുണ്ട്? ഋഷികേശ് പെട്ടെന്ന് തിരക്കി. ക്രിട്ടിക്കൽ സ്റ്റേജിലാ. അയാൾ തൊപ്പി ദക്ഷിണയെ ഏൽപ്പിച്ചു. ഹെഡ് ഇഞ്ചറിയാ. വണ്ടി മുട്ടുക മാത്രമല്ല ചെയ്തതെന്നൊരു സംശയം. ചന്ദ്രശേഖർ കസേരയിലിരുന്നു. മോളെ, കുറച്ച് തണുത്ത വെള്ളം കൊണ്ടുവാ. ദക്ഷിണ പോയി ഫ്രിഡ്ജിൽ നിന്നൊരു കുപ്പി വെള്ളം എടുത്തു കൊണ്ടുവന്നു. അത് വാങ്ങി 2 കവിൾ കുടിച്ചിട്ടാണ് ചന്ദ്രശേഖർ ബാക്കി പറഞ്ഞത്. അഭിമന്യുവിൻ്റെ വീട്ടിലേക്ക് തിരിയുന്ന ഭാഗത്ത് വെച്ചായിരുന്നു ആക്സിഡന്റ്. റബ്ബർ തോട്ടമായതിനാൽ അവിടെയെങ്ങും ആരും ഉണ്ടായിരുന്നില്ല. ഏത് വാഹനമാണ് ഇടിച്ചതെന്നും അറിയില്ല. പല വണ്ടികളും ആ വഴി പോയിട്ടുണ്ട്. ഋഷികേശും ധനുഷും പരസ്പരം നോക്കി. സ്കൂളിൽ ചില സംഭവങ്ങൾ ഉണ്ടായി അച്ഛാ. അറിഞ്ഞു. സതീശൻ ഇതുവരെ വീട്ടിൽ ചെന്നിട്ടില്ല. അവൻ്റെ അമ്മ സ്റ്റേഷനിൽ പരാതിയുമായി എത്തിയിരുന്നു. ദീർഘനിശ്വാസത്തോടെ ചന്ദ്രശേഖർ എഴുന്നേറ്റു. അത്താഴത്തിന് ശേഷം ഹാളിൽ വെച്ചാണ് അയാൾ ധനുഷും ഋഷികേശുമായി പിന്നീട് സംസാരിച്ചത്. കാവേരിയും ദക്ഷിണയും തങ്ങളുടെ മുറികളിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. സ്കൂളിൽ നടന്നത് അത്രയും മക്കൾ വിശദമായി ചന്ദ്രശേഖരെ പറഞ്ഞു കേൾപ്പിച്ചു. അവസാനം സതീശൻ പറഞ്ഞ വാക്കുകൾ. ചന്ദ്രശേഖരുടെ മുഖത്ത് വിവിധ ഭാവങ്ങൾ മിന്നി. അയാൾ മക്കളെ തുറച്ചു നോക്കി. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഞങ്ങൾക്ക് ഉറപ്പാണച്ചാ, ഋഷികേശ് തീർത്തു പറഞ്ഞു. നമ്മുടെ വൈഷ്ണവ്, അവൻ ഇക്കാര്യം അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാ. ചന്ദ്രശേഖർ ചിന്തയോടെ കനപ്പിച്ചു മൂളി. ഞാൻ ഒന്നുകൂടി അന്വേഷിക്കട്ടെ. നിങ്ങൾ രണ്ടുപേരും വളരെ ശ്രദ്ധിക്കണം. ശരിയച്ചാ, ധനുഷ് പെട്ടെന്ന് തിരക്കി. സതീശൻ കയറിപ്പോയാ? ബൈക്കിൻ്റെ നമ്പർ ട്രേസ് ചെയ്തോ അച്ഛാ? അത് ഫേക്കായിരുന്നു. പന്തള സ്റ്റേഷനിലെ പോലീസ് ജീപ്പിൻ്റെ നമ്പറായിരുന്നു അത്. പുറത്ത് കാറ്റ് ശക്തമായി വീശാൻ തുടങ്ങി. റബ്ബർ ചില്ലകൾ ഒടിയുന്നതിൻ്റെ ഒച്ച. ദിവസങ്ങൾ ചിലത് കഴിഞ്ഞു. സതീശിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. ചന്ദ്രശേഖർ സതീശിൻ്റെ വീട്ടിൽ ചെല്ലാറുണ്ടായിരുന്ന അവൻ്റെ സുഹൃത്തുക്കളെ ചോദ്യം ചെയ്തു. ചില സുപ്രധാന വിവരങ്ങൾ കിട്ടി. ഞെട്ടിക്കുന്നത്. ലഹരി സ്റ്റാമ്പിൻ്റെ ഏജൻ്റായിരുന്നു അവൻ. സ്കൂളിൽ പല വിദ്യാർത്ഥികൾക്കും അവൻ അത് വിതരണം ചെയ്തിട്ടുണ്ട്. എല്ലാം പണമുള്ള വീടുകളിലെ കുട്ടികൾ. അമ്മയുടെ അക്കൗണ്ടിൽ നിന്ന് സതീശൻ പണം പിൻവലിച്ചത് സ്റ്റാമ്പ് വാങ്ങാൻ വേണ്ടിയാണ്. അടുത്ത ദിവസം മറ്റൊരു വാർത്തയെത്തി. അഭിമന്യുവിന് മസ്തിഷ്ക മരണം സംഭവിച്ചു. അവൻ്റെ അവയവങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി ദാനം ചെയ്തു, വൈഷ്ണവിനെ പോലെ. ഒരാഴ്ച കഴിഞ്ഞു. ചന്ദ്രശേഖർ രാവിലെ സ്റ്റേഷനിലേക്ക് പോകുന്ന നേരത്ത് ഒരു ഫോൺ കോൾ എത്തി. അത് അറ്റൻഡ് ചെയ്ത അയാൾ തിടുക്കപ്പെട്ടു. കാവേരി, വേഗം ഭക്ഷണം എടുത്തു വയ്ക്കേ. കാവേരി ഭർത്താവിനെ സൂക്ഷിച്ചെന്ന് നോക്കി. എന്നിട്ട് ഒന്നും ചോദിക്കാതെ അടുക്കളയിലേക്ക് നടന്നു. കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞിരുന്നു. ചന്ദ്രശേഖർ ധൃതിയിൽ യൂണിഫോം അണിഞ്ഞു. പിന്നെ വേഗത്തിൽ ഭക്ഷണം കഴിച്ചു. അപ്പോഴേക്കും സ്റ്റേഷനിൽ നിന്ന് ബൊലോറോ എത്തി. ഹെഡ് കോൺസ്റ്റബിൾ അശോകനും 2 പോലീസുകാരും ഉണ്ടായിരുന്നു അതിൽ. വെളിയൻ ജംഗ്ഷൻ. പോലീസ് വാഹനം ഇടത്തേക്ക് തിരിഞ്ഞു. അമ്പലംകുന്ന് റോഡിലേക്ക്. 10 മിനിറ്റ് യാത്ര. കുന്നിൻചെരുവിൽ ഒരു വീടിന് മുമ്പിൽ ആൾക്കൂട്ടം കണ്ടു. റോഡിൽ ഒരുപാട് വണ്ടികൾ. ചന്ദ്രശേഖർ സംഘവും ബൊലോറയിൽ നിന്നിറങ്ങുമ്പോൾ വീട്ടിൽ നിന്ന് നിലവിളി കേട്ടു. കാലമാടന്മാരെ എല്ലാം കൊണ്ടുപോയല്ലോ ഭഗവതി. എൻ്റെ കൊച്ചിനെ കെട്ടിക്കാൻ വെച്ചിരുന്ന പണവും പണ്ടവുമെല്ലാം. SIയെ കണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ്, വാർഡ് മെമ്പർ അടുത്തേക്ക് വന്നു. ആദ്യമെത്തിയ ASI രവീന്ദ്രനും 2 പോലീസുകാരും മുറ്റത്തുണ്ട്. എങ്ങനെയാ സംഭവം? റോഡിൽ നിന്ന് മുറ്റത്തേക്ക് കയറുന്നതിനിടയിൽ ചന്ദ്രശേഖർ തിരക്കി, ആരോടുന്നില്ലാതെ. വിവരമറിഞ്ഞ് ഞങ്ങൾ ഓടി വരികയായിരുന്നു സാറേ. 50 പവൻ സ്വർണവും 5 ലക്ഷം രൂപയും ഉണ്ടായിരുന്നെന്നാണ് അവർ പറയുന്നത്, പ്രസിഡന്റ് അറിയിച്ചു. അടുത്ത ആഴ്ചയാണ് പെൺകുട്ടിയുടെ വിവാഹം. ഇന്നലെ വൈകിട്ട് എടുത്ത സ്വർണ്ണമാ. ഇന്ന് കൊണ്ടുപോയി ലോക്കറിൽ വയ്ക്കാനിരുന്നതാണ് പോലും. അയാൾ ബാക്കി പറയുന്നതിന് മുമ്പ് ചന്ദ്രശേഖർ സിറ്റൗട്ടിലേക്ക് കയറിയിരുന്നു. അതിൻ്റെ പണി അപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പഴയ വീടിനോട് ചേർന്ന് സിറ്റൗട്ട്. ചന്ദ്രശേഖറിൻ്റെ പിന്നാലെ ASIയും ഹെഡ് കോൺസ്റ്റബിളും പോലീസുകാരും അകത്തേക്ക് കയറി. സെറ്റിയിൽ തലക്കുമ്പിട്ടിരുന്ന് നിലവിളിക്കുകയായിരുന്ന സ്ത്രീയും അയൽക്കാരും പെട്ടെന്ന് എഴുന്നേറ്റു. ചന്ദ്രശേഖരൻ്റെ കണ്ണുകൾ വട്ടം ചുറ്റി. എല്ലാം തകർന്നവളെപ്പോലെ ഒരു പെൺകുട്ടി ഭിത്തിയിൽ ചാരി നിൽക്കുന്നു. അവളുടെ വെളുത്ത കവിളിൽ അടിയേറ്റ് കരുവാളിച്ച പാടുകൾ. SIയെ കണ്ടപ്പോൾ പ്രായമുള്ള സ്ത്രീ വീണ്ടും കരഞ്ഞു. ഒപ്പം അവർ നെഞ്ചത്തടിച്ചു. പൊന്നു സാറേ, അവരെ വേഗം പിടിക്കണേ, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം. കണ്ടുപിടിക്കാം. ആദ്യം നടന്നത് എന്താണെന്ന് നിങ്ങൾ വിശദമായി പറയൂ. ചന്ദ്രശേഖർ അശോകനെ നോക്കി. അശോകൻ അയൽക്കാർക്ക് നേരെ തിരിഞ്ഞു. നിങ്ങൾ പുറത്തോട്ടൊന്ന് ഇറങ്ങി നിൽക്കണം. സ്ത്രീയും മകളും ഒഴികെയുള്ളവർ പുറത്തേക്ക് പോയി. ചന്ദ്രശേഖർ ഒരു കസേരയിലിരുന്നു. നിങ്ങളും ഇരിക്കേ, എന്നിട്ട് ഉണ്ടായത് വേഗം പറയൂ. വീഴുമ്പോലെ ആ സ്ത്രീ കസേരയിലേക്ക് അമർന്നു. മകൾ അവർക്ക് പിന്നിൽ വന്നു നിന്നു. നിങ്ങളുടെ പേരെന്താ? ചന്ദ്രശേഖർ സ്ത്രീയെ അപാതചൂടം ഒന്ന് നോക്കി. ഒരു സാധാരണ സ്ത്രീ, 50 വയസ്സ് വരും. എൻ്റെ പേര് വിലാസിനി. സാരിത്തുമ്പിൽ കണ്ണു തുറച്ചിട്ട് അവർ തുടർന്നു. മോടെ കല്യാണത്തിന് വാങ്ങിവെച്ച സ്വർണവും പണവുമാ സാറേ അവർ കൊണ്ടുപോയത്. ആര്? സായകും ദ്രോണും. ബംഗാളികളും സാറേ. അവരായിരുന്നു ഇവിടുത്തെ സിറ്റൗട്ടിൻ്റെ പണി. ചന്ദ്രശേഖർ പുറത്തേക്കൊന്ന് നോക്കി. വിലാസിനി വീണ്ടും പറഞ്ഞു. ഈ വീട്ടിലെ അംഗങ്ങളെ പോലെയായിരുന്നു അവർ. അതുകൊണ്ട് സ്വർണം ഒന്ന് കാണിക്കാമെന്ന് ചോദിച്ചപ്പം എടുത്തു കാണിച്ചത്. പക്ഷേ അവർ എന്നെ മോളെയും തല്ലി താഴെയിട്ടിട്ട് എല്ലാം കൊണ്ടുപോയി. കാര്യത്തിൻ്റെ ഏതാണ്ടൊരു രൂപം ചന്ദ്രശേഖരന് കിട്ടി. അയാൾ ASIയെ നോക്കി. രവീന്ദ്ര, അവന്മാർ രക്ഷപ്പെടരുത്. വേഗം ട്രേസ് ചെയ്യ്. സാർ, ഒരു പിക്കപ്പ് വാനിലാണ് അവർ പോയത്. പോലീസ് തിരയുന്നുണ്ട്. പെട്ടെന്ന്
ഓർമ്മിച്ചതുപോലെ അയാൾ അറിയിച്ചു. സാർ, വൈഷ്ണവിനെയും മറ്റും ഇടിച്ച വണ്ടി തന്നെ. അന്ന് ആ വണ്ടിയിലിരുന്ന അവർ തന്നെയാ പ്രതികൾ. ചന്ദ്രശേഖരൻ്റെ നെഞ്ചിനുള്ളിൽ ഒരു നടുക്കമുണ്ടായി. സൈബർ സെല്ലിലേക്ക് വിളിക്കൂ രവീന്ദ്ര. അവന്മാരുടെ സെൽ നമ്പറുകൾ ട്രേസ് ചെയ്യൂ. ക്വിക്ക്. സാർ. രവീന്ദ്രൻ തിടുക്കത്തിൽ മുറിവിട്ടു. ചന്ദ്രശേഖർ വിലാസിനിയോടും നാട്ടുകാരോടും പ്രതികളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ തിരക്കി. സാർ. മെമ്പർ സുധാകരൻ ശബ്ദം താഴ്ത്തി. 10 വർഷത്തോളമായി സായകും ദ്രോണും ഈ നാട്ടിൽ വന്നിട്ട്. വെളിയത്ത് ഒരു കെട്ടിടത്തിലാണ് താമസം. നമ്മളെക്കാൾ നന്നായി ഇപ്പോൾ മലയാളം പറയും. ഇതുവരെ അവരെക്കുറിച്ച് മോശമായിട്ട് ആരും ഒന്നും പറഞ്ഞിട്ടുമില്ല. ഈ വിലാസിനിയല്ലേ? ഇവരുടെ മോളെ അവരിൽ ഒരുത്തിനെ കൊണ്ട് കെട്ടിക്കാനിരുന്നതാണെന്നാ ജനസംസാരം. വിലാസിനിയുടെ ഭർത്താവ്? അയാളുടെ കഴിഞ്ഞ വർഷം മരിച്ചു അറ്റാക്കായിരുന്നു. ചന്ദ്രശേഖരൻ തലയാട്ടി. വിലാസിനിയുടെയും മകളുടെയും വിശദമായ മൊഴിയെടുക്കാൻ അശോകനെ ഏൽപ്പിച്ചു. ബോലറേക്കരികിൽ നിന്ന് രവീന്ദ്രൻ അങ്ങോട്ട് വന്നു. സാർ, സൈബർ സെല്ലിൽ വിവരം അറിയിച്ചിട്ടുണ്ട്. ഗുഡ്. താൻ വാ, നമുക്ക് അവരുടെ താമസ സ്ഥലം ഒന്ന് പരിശോധിക്കാം. അവർ വെളിയം ജംഗ്ഷനിലേക്ക് പോയി. അവിടെ ഒരു നിരക്കെട്ടിടത്തിന് പിന്നിലുള്ള ഒരു മുറിയിലായിരുന്നു ദ്രോണും സായകും താമസം. പോലീസ് അവിടെ എത്തിയപ്പോൾ ചില കടയുടമകളും ഓട്ടോ ഡ്രൈവർമാരും ഒപ്പം കൂടി. വാതിൽ പൂട്ടിയിരിക്കുകയായിരുന്നു. ചന്ദ്രശേഖർ രവീന്ദ്രനെ നോക്കി ഒരു അടയാളം കാട്ടി. രവീന്ദ്രൻ ഒറ്റച്ചവിട്ടിന് വാതിൽ തുറന്നു. ചന്ദ്രശേഖർ അകത്തേക്ക് ചൂടുവെച്ചു. പെട്ടെന്ന് എന്തൊക്കെയോ എടുത്തുകൊണ്ട് പോയതുപോലെ അലങ്കോലപ്പെട്ട് കിടക്കുന്ന മുറി. ഒരു പ്രത്യേക ഗന്ധം അവിടെ തങ്ങി നിന്നിരുന്നു. എണ്ണ പറ്റി കുഴഞ്ഞിരിക്കുന്ന ഒരു തലയണ പൊങ്ങിയിരിക്കുന്നത് പോലെ തോന്നി. രവീന്ദ്രൻ അത് ഒരു വശത്തേക്ക് തള്ളി മാറ്റി. അതിനടിയിൽ ഒരു കടലാസ് പൊതി. അയാളത് തുറന്നു. ചന്ദ്രശേഖരന്റെ നെറ്റി ചുളിഞ്ഞു. ഹാൻസിൻ്റെയും ഗണേശിൻ്റെയും പാക്കറ്റുകൾ, ഒപ്പം ഉണങ്ങിച്ചുരുണ്ട ബന്ദി ചെടിയുടെ ഇലകൾ പോലെ എന്തോ. ചന്ദ്രശേഖർ അതൊന്ന് ജരടി മണത്തു നോക്കി. കഞ്ചാവ്. അയാൾ വാതിൽക്കൽ നിൽക്കുന്ന ഓട്ടോ ഡ്രൈവർമാർക്ക് നേരെ തിരിഞ്ഞു. ഇവിടെ താമസിച്ചിരുന്നവർ പോകുന്നത് നിങ്ങൾ കണ്ടോ? കണ്ടു സാർ, ഒരാൾ തലയാട്ടി. 1 മണിക്കൂറായി കാണും. പിക്കപ്പ് വാനിൽ വന്നിറങ്ങിയവർ പെട്ടെന്നൊരു ബാഗുമായി വണ്ടിയിൽ കയറി. ഞങ്ങൾ ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് സുഖമില്ലെന്നും നാട്ടിലേക്ക് പോവുകയാണെന്നും പറഞ്ഞു. ഈ കെട്ടിടം ആരുടേതാ? ചന്ദ്രശേഖർ കഞ്ചാവും മറ്റും പൊതിഞ്ഞെടുക്കാൻ രവീന്ദ്രന് നിർദ്ദേശം നൽകി. ശശാങ്കൻ മുതലാളിയുടേതാണ് സാറേ, ഈ ഒരു നിര കെട്ടിടം മുഴുവൻ. ഓട്ടോ ഡ്രൈവറുടെ മറുപടി കേട്ട് ചന്ദ്രശേഖരന്റെ കണ്ണുകൾ വല്ലാതെ വെട്ടി. ഓടനാവട്ടം ശശാങ്കൻ. പെട്ടെന്ന് ചന്ദ്രശേഖരന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. അത് അറ്റൻഡ് ചെയ്തിട്ട് അയാൾ തിടുക്കപ്പെട്ടു. രവീന്ദ്ര, നമുക്കുടൻ കൊട്ടാരക്കരയ്ക്ക് പോകണം. അവന്മാർ പോയ പിക്കപ്പ് വാൻ KSRTC സ്റ്റാൻഡിനടുത്തുണ്ട്. പക്ഷേ രാത്രി വരെ തെരഞ്ഞിട്ടും പോലീസിന് ബംഗാളികളെക്കുറിച്ച് യാതൊരു സൂചനയും കിട്ടിയില്ല. അവർ നാട്ടിലേക്ക് പോകുമെന്ന സംശയത്താൽ കൊല്ലം, കായംകുളം, മാവേലിക്കര റെയിൽവേ സ്റ്റേഷനുകളിലും തിരച്ചിൽ നടത്തുവാൻ SP ബാസുരചന്ദ്രൻ ഉത്തരവിട്ടു. കൊട്ടാരക്കരയിൽ നിന്ന് പോയ ബസ്സുകൾ മുഴുവൻ തെരഞ്ഞു. ഫലമുണ്ടായില്ല. രാത്രി സെൽഫോൺ ബെല്ലടിക്കുന്നത് കേട്ട് ആദ്യം ഉണർന്നത് ധനുഷാണ്. ആരാടെ ഈ രാത്രിയിൽ? ഋഷികേശിൻ്റെ ചോദ്യം കേട്ട് അവരൊന്ന് ഞെട്ടി. നീ ഉറങ്ങിയില്ലായിരുന്നോ? ഇല്ല, അവൻ്റെ ഒച്ച ചിലമ്പി. കണ്ണടയ്ക്കുമ്പം അന്നത്തെ ആക്സിഡൻറ്റാ മനസ്സിൽ വരുന്നത്. നമ്മുടെ വൈഷ്ണവ്. ഫോൺ ഒരു വട്ടം ബെല്ലടിച്ച് നിന്നു. ആ വൈഷ്ണവിൻ്റെ മരണശേഷം ആ ഫോണിലേക്ക് ആരും വിളിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസമാണ് ഋഷികേശ് അത് ചാർജ് ചെയ്തിട്ട് അലമാരയിൽ വെച്ചത്. അന്ന് സെൽഫി എടുത്ത ഫോട്ടോ അതിൽ തന്നെയുണ്ട്. പക്ഷേ അവർ അതിലേക്ക് നോക്കാൻ പോലും ഭയന്നു. വീണ്ടും ഫോൺ ബെല്ലടിച്ചു. അലമാര ചില്ലയിൽ നീല വെളിച്ചം പ്രതിഫലിച്ചു. ഇതാരാ രാത്രിയിൽ? ധനുഷ് അസ്വസ്ഥനായി. ഏതായാലും ഒന്ന് എടുത്തു നോക്ക്. ഋഷികേശ് എഴുന്നേറ്റിരുന്നു. ധനുഷ് മുറിയിലെ ലൈറ്റ് തെളിച്ചു. പിന്നെ ചെന്ന് അലമാര തുറന്ന് ഫോൺ എടുത്തു. ഒരു അപരിചിത ലാൻഡ് ഫോൺ നമ്പർ. അതിലേക്ക് തുറച്ചു നോക്കിയിട്ട് അറ്റൻഡ് ചെയ്തു. ഹലോ, ഋഷിയാണോ ധനുഷാണോ? പരിഭ്രമം നിറഞ്ഞ ചോദ്യം. ആ ശബ്ദം തനിക്ക് പരിചയമുള്ളതാണെന്ന് ധനുഷും തോന്നി. ഞാൻ ധനുഷ, നിങ്ങളാരാ? സതീശൻ. അപ്പുറത്തു നിന്ന് ശക്തമായ കിതപ്പ്. എടാ, ധനുഷിൻ്റെ ഒച്ച ഉയർന്നു. പെട്ടെന്ന് അപ്പുറത്തു നിന്ന് ചില ഒച്ചകൾ. അതിനിടെ ഇത്രയും കേട്ടു. ഞാൻ രക്ഷപ്പെട്ട് വീട്ടിലേക്ക് പോകുക, എന്നെ രക്ഷിക്കണം. ധനുഷ് നടുങ്ങി. അപ്പുറത്തെ എന്തോ വീഴുന്ന ഒച്ച, തുടർന്ന് ഒരു നിലവിളി. അതോടെ ഫോൺ ബന്ധം മുറിഞ്ഞു. എന്തു വേണമെന്നറിയാതെ ധനുഷ് ഒരു നിമിഷം പകച്ചു. എന്താടാ? ഋഷികേശ് അവനെ തുറച്ചു നോക്കി. ധനുഷ് തിടുക്കത്തിൽ കാര്യം പറഞ്ഞു. ഋഷികേശിൻ്റെ മുഖത്ത് വിവിധ ഭാവങ്ങൾ മിന്നി. വേഗം അച്ഛനോട് പറയാം, വാടാ. വാതിൽ വലിച്ചു തുറന്ന് അവൻ പുറത്തേക്ക് കുതിച്ചു. പിന്നാലെ ധനുഷും പോയി. ഹാളിലെ ലൈറ്റ് തെളിച്ചിട്ട് ഋഷികേശ് അച്ഛനമ്മമാർ ഉറങ്ങുന്ന മുറിയുടെ വാതിലിൽ ആഞ്ഞുമുട്ടി. അച്ഛാ, ആരാ? ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ തന്നെ അകത്തുനിന്ന് ഇൻസ്പെക്ടർ ചന്ദ്രശേഖരൻ്റെ ശബ്ദം. ഞങ്ങളാണ് ചാ, പറഞ്ഞത് ധനുഷാണ്. അകത്ത് പൊടുന്നതിനെ ലൈറ്റ് തെളിഞ്ഞു. മക്കളുടെ വിളിയിൽ നിന്ന് തന്നെ ചന്ദ്രശേഖരന് സന്ദേഹം മണത്തു. അയാൾ ദടുതിയിൽ വാതിൽ തുറന്നു. പിന്നിൽ കാവേരിയും എത്തി. എന്താണ് രാത്രിയിൽ? ചന്ദ്രശേഖർ മക്കളെ മാറി മാറി നോക്കി. ഓടി തളർന്നതുപോലെ അവർ കിതയ്ക്കുന്നത് കണ്ടു. അച്ഛാ. അതിനിടയിൽ ഋഷികേശ് വല്ലവിധേനയും പറഞ്ഞു. സതീശൻ അവനെന്തിയേ? ചന്ദ്രശേഖരൻ്റെ കണ്ണുകൾ കുറുകി. മക്കൾ രണ്ടുപേരും ചേർന്നാണ് അയാളെ വിവരം ധരിപ്പിച്ചത്. ചന്ദ്രശേഖരൻ്റെ മുഖം തുടുത്തു. അവനെ നമ്മൾ എവിടെ പോയി തിരയും? അവൻ വീട്ടിലേക്ക് പോവുകയാണെന്നാണല്ലോ അച്ഛ പറഞ്ഞത്. അങ്ങോട്ട് ചെന്നാലോ? ധനുഷ് ആരാഞ്ഞു. ആ ഫോൺ നമ്പർ നിങ്ങളുടെ മൊബൈലുണ്ടല്ലോ, അതിങ്ങത്താ. ചന്ദ്രശേഖർ പറയുന്നതിനിടയിൽ തന്നെ തൻ്റെ സെൽഫോണിൽ പോലീസ് സ്റ്റേഷനിലേക്ക് കോൾ അയച്ചു. ഒപ്പം മകൻ്റെ ഫോൺ വാങ്ങി അതിലെ നമ്പർ നോക്കി. അപ്പുറത്ത് ഫോൺ എടുത്തതും ചന്ദ്രശേഖർ തിടുക്കപ്പെട്ടു. രവീന്ദ്ര, ഞാനാ. എന്താ സാർ? രാത്രിയിലെ ഈ വിളിയിൽ
ASI രവീന്ദ്രനും പന്തിക്കേട് തോന്നിയെന്ന് ആ ശബ്ദത്തിൽ നിന്ന് വ്യക്തമായി. ദേ, ഞാൻ ഈ പറയുന്ന നമ്പർ ആരുടേതാണെന്ന് ട്രേസ് ചെയ്തിട്ട് ഉടൻ എന്നെ അറിയിക്കണം. അയാൾ നമ്പർ പറഞ്ഞു കൊടുത്തു. സാർ. കുട്ടികളുടെ ഫോൺ തിരികെ കൊടുത്തിട്ട് ചന്ദ്രശേഖർ വെട്ടിത്തിരിഞ്ഞു. അയാൾ വേഗം യൂണിഫോം ധരിക്കുന്നത് അമ്പരപ്പോടെ കാവേരി ശ്രദ്ധിച്ചു. ഈ രാത്രിയിൽ ശേഖരന് പോകണോ? ഷർട്ടിൻ്റെ ബട്ടൺസ് ഇട്ടുകൊണ്ട് അയാൾ ഭാര്യയ്ക്ക് നേരെ തിരിഞ്ഞു. എന്നു മുതലാ കാവേരി നീ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങിയത്? കുറ്റബോധത്താൽ എന്നവണ്ണം കാവേരിയുടെ മുഖം കുനിഞ്ഞു. അയാൾ തുടർന്നു. ആ സതീഷിനെ ജീവനോടെ എനിക്ക് കിട്ടണം. എങ്കിലേ നമ്മുടെ വൈഷ്ണവിൻ്റെ അപകടത്തെക്കുറിച്ചുള്ള വ്യക്തമായ സൂചന കിട്ടൂ. മകൻ്റെ പേര് കേട്ടതും കാവേരി ഒന്ന് വിതുമ്പി. ചന്ദ്രശേഖർ യൂണിഫോം ധരിച്ചിട്ട് തൊപ്പിയെടുത്തു. വാതിൽക്കലെത്തുമ്പോൾ ഋഷികേശും ധനുഷും തയ്യാറായി നിൽക്കുന്നു. അയാളുടെ പുരികം ചുളിഞ്ഞു. നിങ്ങൾ എവിടെ പോകുന്നു? ഞങ്ങളും വരുന്നച്ചാ. സതീഷിനെ ഞങ്ങൾക്കൊന്ന് കാണണം. വേണ്ട, ചന്ദ്രശേഖർ തീർത്തു പറഞ്ഞു. പക്ഷേ അച്ഛൻ ഒറ്റയ്ക്ക്? പോലീസുകാരെ പോലും വിളിക്കാതെ? ഋഷികേശ് പകുതിക്ക് നിർത്തി. അവരെയൊക്കെ വിളിക്കുമ്പോഴേക്കും സമയം പോകുമടാ. പിന്നെ എന്നെ ഒരുത്തിനും ഒന്നും ചെയ്യത്തില്ല, നിങ്ങൾ പേടിക്കണ്ട. അച്ഛാ. ധനുഷിൻ്റെ പതറിയ ഒച്ച പൂർത്തിയാക്കാൻ ചന്ദ്രശേഖർ സമ്മതിച്ചില്ല. വേണ്ടെന്ന് പറഞ്ഞില്ലേടാ. അയാൾ തൻ്റെ മാരുതി വാഗണിൻ്റെ കീമെടുത്ത് പുറത്തേക്ക് പാഞ്ഞു. ഷെഡിൽ നിന്ന് അത് ഇരമ്പി പിന്നോട്ട് നീങ്ങി വന്നപ്പോഴേക്ക് ഋഷികേശ് ചെന്ന് ഗേറ്റ് തുറന്നു. കാർ വെട്ടിത്തിരിഞ്ഞ് റോഡിലേക്ക് ഇറങ്ങി വലത്തേക്ക് പാഞ്ഞുപോയി. ഗേറ്റ് ചാരിയിട്ട് ഋഷികേശ് സിറ്റ് ഔട്ടിലെത്തി. ഒരു ശിലകണക്കെ വാതിൽപ്പടിയിൽ ചാരി കാവേരി ഉണ്ടായിരുന്നു. ധനുഷ് ആകെ അസ്വസ്ഥനായി. ശബ്ദങ്ങൾ കേട്ട് അകത്തുനിന്ന് ദക്ഷിണയും ഇറങ്ങി വന്നു. എന്താ എല്ലാവരും കൂടി ഈ നേരത്ത്? അച്ഛൻ എങ്ങോട്ടാ പോയത്? അതിന് ആരും ഉത്തരം നൽകിയില്ല. കാവേരിയുടെ കണ്ണുകൾ മക്കളുടെ മുഖത്തേക്ക് മാറി മാറി തറഞ്ഞു. അമ്മ ഒരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ സത്യം പറയുമോ? എന്താ അമ്മ അങ്ങനെ? ധനുഷ് ഒരു കൈകൊണ്ട് കാവേരിയെ ചേർത്ത് പിടിച്ചു. അല്ല. അവരുടെ ഒച്ചയിൽ പതർച്ച പടർന്നു. നിങ്ങളുടെ അച്ഛൻ പറഞ്ഞിട്ട് പോയതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ വൈഷ്ണവിനെ ആരെങ്കിലും അപകടപ്പെടുത്തിയതാണോ? ധനുഷിലും ഋഷികേശിലും ഒരു ഞെട്ടൽ. ഋഷി അമ്മയെ സാന്ത്വനിപ്പിച്ചു. അങ്ങനെയൊന്നുമല്ല അമ്മേ. ആ സതീഷിനെ കയ്യിൽ കിട്ടിയാൽ സ്കൂളിൽ ലഹരി മരുന്ന് വിതരണം ചെയ്യുന്നവരെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞേക്കും. വൈഷ്ണവിന് അതേക്കുറിച്ച് ചില സൂചനകൾ കിട്ടിയിരുന്നെന്ന് ഞങ്ങൾ സംശയിച്ചിരുന്നു. അതാ അച്ഛൻ അങ്ങനെ പറഞ്ഞത്. ദീർഘനിശ്വാസത്തോടെ കാവേരി ഒന്ന് മൂളി. പിന്നെ തിരിഞ്ഞു നടന്നു. വാതിൽ കടക്കും മുമ്പ് ഇത്രയും പറഞ്ഞു. നിങ്ങൾ ഉറങ്ങാതിരിക്കണം, അച്ഛൻ വരുന്നതുവരെ. കാവേരി അകത്തു മറിഞ്ഞു. അമ്മ ഇപ്പോൾ ഇങ്ങനെയാണെന്ന് കുട്ടികൾ ഓർത്തു. പഴയ നിലയിലേക്ക് ഇനിയും തിരിച്ചു വന്നിട്ടില്ല. ഋഷികേശ് ദക്ഷിണയോട് ശബ്ദം താഴ്ത്തി. നീ കൂടി ചെല്ല് അമ്മയുടെ കൂടെ. അവളും കാവേരിക്ക് പിന്നാലെ പോയി. ഋഷികേശും ധനുഷും അസ്വസ്ഥരായി പരസ്പരം നോക്കി. എന്നാലും അച്ഛനെ ഒറ്റയ്ക്ക് വിടാൻ പാടില്ലായിരുന്നു. ധനുഷ് പിറുപിറുത്തു. ഞാനും അത് തന്നെയാ ഓർക്കുന്നത്. കൂടെ ചെല്ലേണ്ടെന്ന് അച്ഛൻ പറഞ്ഞെങ്കിലും ഒരു വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ. പെട്ടെന്ന് ധനുഷിൻ്റെ കണ്ണുകൾ വികസിച്ചു. നമുക്ക് പ്രകാശേട്ടനെ വിളിച്ചാലോടാ? മതി, അത് മതി. ആ ആശയം ഋഷിക്കും ബോധിച്ചു. ധനുഷ് ഉടൻ തന്നെ പ്രകാശ് ചന്ദ്രൻ്റെ നമ്പറിലേക്ക് കോൾ അയച്ചു. മൂന്നാമത്തെ ബെല്ലിനെ ഫോൺ എടുക്കപ്പെട്ടു. ഹലോ. ഉറക്കച്ചടവുള്ള ശബ്ദം. പ്രകാശേട്ടാ, ഞാനാ ധനുഷ്. എന്താണ് ഈ രാത്രിയിൽ? എന്തെങ്കിലും വിശേഷമുണ്ടോ? ഉണ്ട്. അവൻ ഏതാനും വാക്കുകളിൽ കാര്യം അറിയിച്ചു. അച്ഛൻ ഒറ്റയ്ക്ക് അവിടേക്ക് പോയിരിക്കുക. അത് ശരിയായില്ലല്ലോ. ഒരു കാര്യം ചെയ്യേ, നിങ്ങൾ ഒരുങ്ങി നിൽക്ക്. ഞാൻ വണ്ടിയുമായി വരാം. നമുക്ക് സതീശൻ്റെ വീട്ടിലേക്ക് പോകാം. ശരിയേട്ടാ, പെട്ടെന്ന് വരണേ. ഞങ്ങൾ റെഡിയായിട്ട് നിൽക്കുകയാണ്. ദേ വന്നു. 10 മിനിറ്റ്. അപ്പുറത്ത് കോൾ മുറിച്ചു. ഋഷികേശ് മുറിയിലേക്ക് കയറി. അമ്മയുടെ അടുത്തായിരുന്ന ദക്ഷിണയെ വിളിച്ച് വിവരം പറഞ്ഞു. നീ വാതിലടച്ച് കുറ്റിയിട്ടോ. ഞങ്ങളിൽ ആരെങ്കിലും അല്ലാതെ മറ്റാരും വന്നാലും കതവ് തുറക്കരുത്. അമ്മയോട് തൽക്കാലം ഒന്നും പറയണ്ട. ഞങ്ങളെ തിരക്കിയാൽ പുറത്തുണ്ടെന്ന് പറഞ്ഞാൽ മതി. ശരി. ഋഷികേശ് സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ ദക്ഷിണ വാതിലടച്ചു. ശബ്ദം കേൾപ്പിക്കാതെ. ധനുഷ് തിടുക്കപ്പെട്ട് നിൽക്കുകയായിരുന്നു. വണ്ടി വരുമ്പോഴേക്കും നമുക്കങ്ങോട്ട് നടന്നാലോടാ? ഋഷികേശ് സമ്മതിച്ചു. ഇരുവരും ഇറങ്ങി നടന്നു. റബ്ബർ തോട്ടത്തിൽ ഒരു മൂങ്ങയുടെ നീണ്ട മൂളൽ. ക്രഷർ യൂണിറ്റിൻ്റെ താഴ്വാരത്ത് ഒരു കുറുക്കൻ ഊരിയിട്ടു. യൂണിറ്റിലെ മുന്നിലെ സമരപ്പന്തൽ ശൂന്യമായിരുന്നു. സമരക്കാർ വൈകിട്ട് പോയാൽ രാവിലെയേ വരൂ. അവർ ക്രഷർ യൂണിറ്റിൻ്റെ ഗേറ്റിന് മുന്നിലെത്തിയതും ഒരു TUV പാഞ്ഞെത്തി. പ്രകാശ് ചന്ദ്രൻ ഋഷികേശിനെയും ധനുഷിനെയും അതിൽ കയറ്റി തൊട്ടടുത്ത സർക്കാർ ഭൂമിയിലിട്ട് വണ്ടി തിരിച്ചു. ശേഖരനെങ്കിൽ ഇപ്പോൾ അങ്ങ് എത്തിയിട്ടുണ്ടാവും അല്ലേടാ? ആക്സിലേറ്റർ ഞെരിച്ചുകൊണ്ട് പ്രകാശ് ചന്ദ്രൻ തിരക്കി. ചിലപ്പോൾ, ധനുഷ് മന്ത്രിച്ചു. ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ റോഡിന് കുറുകെ ഒരു ഈനാമ്പേച്ചി ഓടിമറയുന്നത് അവർ കണ്ടു. ആ സമയം സതീശൻ്റെ വീട്ടിൽ. വാതിലിൽ ആരോ ശക്തിയിൽ മുട്ടുന്നത് കേട്ടാണ് സതീശൻ്റെ അമ്മ സുശീല ഉണർന്നത്. സതീശൻ്റെ അച്ഛൻ നാളെ വരുമെന്ന് ഗൾഫിൽ നിന്ന് വിളിച്ചു പറഞ്ഞിരുന്നു. സുശീല സെൽഫോൺ എടുത്ത് സമയം നോക്കി. 12:30. മുറിയിലെ ലൈറ്റ് തെളിച്ചിട്ട് അവർ ഭീതിയോടെയാണ് ഹാളിലേക്ക് ചെന്നത്. തിടുക്കത്തിൽ വീണ്ടും വാതിലിൽ മുട്ടുന്നു. ആരാ? സുശീലയുടെ ഒച്ച വിറച്ചു. ഞാനാമ്മേ. പുറത്തുനിന്ന് കാറ്റ് പോലെ സതീശൻ്റെ ശബ്ദം. മോനെ. ഒരു നിലവിളിയോടെ അവർ വാതിൽ തുറന്നു. ആ ക്ഷണം സതീശൻ ഹാളിലേക്ക് ഓടിക്കയറി. മോനെ. അവൻ്റെ രൂപം കണ്ട് അവർ ഭയന്നുപോയി. കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളും ചോരയുണങ്ങിയ മുഖവും. നീ എവിടെയായിരുന്നിട്ട് ഇതുവരെ? സുശീല വേവലാതിയോടെ തിരക്കി. അവൻ്റെ തോളിൽ പിടിച്ചുലച്ചു. എനിക്ക് വെള്ളം വേണം. അവൻ വീഴും പോലെ കസേരയിലേക്കിരുന്നു. സുശീല അകത്തേക്ക് ഓടാനാഞ്ഞു. അടുത്ത നിമിഷം ഒരു വാഹനം വെട്ടിത്തിരിഞ്ഞ് മുറ്റത്തേക്ക് കയറി ബ്രേക്കിട്ടു. അതിൻ്റെ വെളിച്ചം തുറന്നു കിടന്നിരുന്ന വാതിൽ വഴി അകത്തെത്തി. പിക്കപ്പ് വാൻ. സതീശൻ തീപ്പൊള്ളലേറ്റതുപോലെ ചാടി എഴുന്നേറ്റു. വാതിലടയ്ക്കാമേ.
സുശീല വേഗം തിരികെ വന്ന് വാതിലിൽ കൈവച്ചു. എന്നാൽ ഷൂസ് അണിഞ്ഞ ഒരു കാൽ വാതിലിനും കട്ടിളരയ്ക്കുമിടയിൽ വിലങ്ങി. പിന്നെ ശക്തിയിൽ വാതിൽ തള്ളി തുറന്ന് ഒരാൾ അകത്തെത്തി. അമ്മേ! സതീശൻ ഭീതിയോടെ സുശീലയുടെ പിന്നിലേക്ക് മാറി. സാർ! മുന്നിൽ നിൽക്കുന്ന ആളിനെ കണ്ട് അവർ വിസ്മയിച്ചു. അതെ, ആ മനുഷ്യനൊന്ന് ചിരിച്ചു. സാറാണ് എൻ്റെ മോനെ. അവർ പൂർത്തിയാക്കാൻ അയാൾ സമ്മതിച്ചില്ല. മിണ്ടരുത്! അയാൾ തൻ്റെ ചൂണ്ടുവിരൽ ചുണ്ടിനുമേൽ അമർത്തി കാണിച്ചു. ആ ക്ഷണം അയാൾക്ക് ഇരുവശത്തും കൂടി 2 ബംഗാളികൾ അകത്തേക്ക് പാഞ്ഞു കയറി. വേണ്ട! അയ്യോ! എൻ്റെ മോനൊന്നും ചെയ്യല്ലേ! സുശീല തടയാൻ ഭാവിച്ചു. കഴിഞ്ഞില്ല. ഒറ്റയടിക്ക് അവർ ഒരു വശത്തേക്ക് വീണു. തറയിൽ കിടന്നുകൊണ്ട് നിലവിളിയോടെ അവർ തിരിഞ്ഞു. മോനെ! പ്രപഞ്ചം നടങ്ങുന്ന ഒരലർച്ച. അത് പൂർത്തിയാകുന്നതിന് മുമ്പ് ഷൂസ് അണിഞ്ഞ കാൽ അവരുടെ വായ്ക്കുമേൽ ആഞ്ഞമർന്നു. ശിരസ് തറയിലേക്ക് ചവിട്ടി താഴ്ത്തപ്പെട്ടു. അടുത്ത സെക്കൻഡിൽ വീശിയെറിയുന്നത് പോലെ ചോരത്തുള്ളികൾ അവർക്കുമേലെയും ചിതറി വീണു. മുഖത്തമർന്ന ഷൂസിൻ്റെ മടമ്പിന് മുകളിലൂടെ മിന്നായ പോലെ ഒരു കാഴ്ച സുചിരയുടെ കണ്ണുകളിൽ തട്ടി. സതീശൻ്റെ 2 പിളർന്ന കഴുത്ത്. അവിടെ കൈ അമർത്തിക്കൊണ്ട് അർദ്ധവിലാപത്തോടെ അവൻ ആടി വീഴുന്നു. ഇവളെന്നെ തിരിച്ചറിഞ്ഞു. ഇനി വച്ചേക്കണ്ട! അങ്ങ് വിദൂരതയിൽ നിന്നെന്നവണ്ണം തന്നെ ചവിട്ടിപ്പിടിച്ചിരിക്കുന്നവൻ്റെ ശബ്ദം സുശീല കേട്ടു. ആ ക്ഷണം തൻ്റെ നെഞ്ചിലേക്ക് ഒരു പഴുത്ത ലോഹം കുത്തിയിറക്കപ്പെടുന്നത് അവർ അറിഞ്ഞു. പിന്നെ അത് ഊരി കുത്തുന്നു. ഒന്നലറിക്കറിയാൻ പോലും കഴിയാതെ സുശീല ഷൂസ് അണിഞ്ഞ കാലുകൾ വലിച്ചു നീക്കാൻ ശ്രമിച്ചു. കാലുകൾ തറയിലിടിച്ചു പിടഞ്ഞു. ഏതാനും സെക്കൻഡുകൾ അയാൾ കാൽ മാറ്റി തറയിൽ കുന്തിച്ചിരുന്നിട്ട് സുശീലയുടെ മൂക്കിന് മീതെ കൈവച്ചു നോക്കി. അടുത്ത നിമിഷം അവിടുത്തെ നിശബ്ദതയിലേക്ക് ഒരു ഹോണിൻ്റെ ശബ്ദം പറന്നു വീണു. സുശീലയ്ക്ക് അരികിൽ നിന്ന് ചാടിയേറ്റ് അയാൾ ഫോൺ എടുത്തു നോക്കി. പിന്നെ ധൃതിയിൽ കാതോർത്തു. ആ, ഓക്കെ. അയാൾ വെട്ടിത്തിരിഞ്ഞ് ബംഗാളികളെ നോക്കി. ചന്ദ്രശേഖർ ഇങ്ങോട്ട് വരുന്നുണ്ട്. കുക്ക്! അയാൾ പുറത്തേക്ക് പാഞ്ഞു. പിന്നാലെ ബംഗാളികളും. പിക്കപ്പ് വാൻ മിന്നൽ വേഗത്തിൽ റോഡിലേക്ക് പിന്നോട്ടിറങ്ങി. തുടർന്ന് നേരെ ഓടിച്ചു പോയി. ആ സമയം എതിർദിശയിലൂടെ വന്ന മാരുതി വാഗൺ മുറ്റത്തേക്ക് തിരിഞ്ഞു കയറി ബ്രേക്കിട്ടു. അകന്നുപോയ പിക്കപ്പ് വാനിൻ്റെ പിൻഭാഗം ചന്ദ്രശേഖർ മിന്നൽ പോലെ കണ്ടിരുന്നു. ചുളിഞ്ഞ നെറ്റിയോടെ ചന്ദ്രശേഖർ കാറിൽ നിന്ന് ചാടിയിറങ്ങി. തുറന്നു കിടക്കുന്ന വാതിലും അകത്തെ വെളിച്ചവും കണ്ട് അയാൾ അവിടേക്ക് ഓടിച്ചെന്നു. മുന്നിലെ കാഴ്ച. സതീശൻ്റെ കഴുത്തിൽ നിന്ന് അപ്പോഴും കൊഴുത്ത ചോര ഒഴുകുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ ചന്ദ്രശേഖരന് മനസ്സിലായി ഇരുവരും മരിച്ചു. പാഞ്ഞുപോയ പിക്കപ്പ് വാനിൻ്റെ പിൻഭാഗം അയാളുടെ മനസ്സിലുടുക്കി. പെട്ടെന്ന് ഫോണെടുത്ത് പൂയപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. വേഗത്തിൽ അവിടെയെത്താൻ ഹെഡ് കോൺസ്റ്റബിൾ അശോകന് നിർദ്ദേശം നൽകി. തുടർന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയതും അടുത്ത വീടുകളിൽ നിന്ന് ചിലർ അവിടേക്ക് വന്നു. SIയെ കണ്ടപ്പോൾ അവരൊന്ന് നിന്നു. ആരും അകത്തേക്ക് വരരുത്. അവിടെ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. നിങ്ങൾ അവിടെ കയറിയാൽ പോലീസിന് തെളിവുകൾ നഷ്ടപ്പെടും. പിന്നെ നിങ്ങൾക്ക് സ്റ്റേഷനിൽ വരേണ്ടിയും വരും. ആളുകൾ നിറച്ചു. കാറിലേക്ക് ചാടിക്കയറി ഡോർ അടയ്ക്കുന്നതിനിടയിൽ ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു. പോലീസ് ഇപ്പോൾ വരും. ഞാൻ കൊലയാളികൾക്ക് പിന്നാലെ പോകുകയാണ്. അയാൾ കാർ പിക്കപ്പ് വാൻ പോയ വഴിയെ പായിച്ചു. പ്രകാശ് ചന്ദ്രൻ്റെ TUV സതീശൻ്റെ വീടിനടുത്ത് എത്തുമ്പോൾ മുറ്റത്ത് പോലീസിൻ്റെ ബൊലീറോ കിടപ്പുണ്ട്. അമ്പരന്ന് നിൽക്കുന്ന കുറച്ച് ആളുകളും. അവർ തിരിഞ്ഞു നോക്കി. റോഡിൽ തന്നെ വണ്ടി നിർത്തിയിട്ട് പ്രകാശ് ചന്ദ്രനും ധനുഷും ഋഷികേശും മുറ്റത്തേക്ക് ചെന്നു. ഹെഡ് കോൺസ്റ്റബിൾ അശോകൻ അപ്പോൾ വീടിനുള്ളിൽ നിന്ന് പുറത്തേക്കിറങ്ങി വരികയായിരുന്നു. അശോകൻ സാറേ! പ്രകാശ് ചന്ദ്രൻ ചോദിക്കും മുമ്പ് അയാൾ അറിയിച്ചു. സതീശനും അവൻ്റെ അമ്മയും കൊല്ലപ്പെട്ടു. ശിരസിൽ ഒരു താഴ്ന്നമേറ്റ അനുഭവമായിരുന്നു ധനുഷിനും ഋഷികേശനും. പ്രകാശ് ചന്ദ്രൻ സിറ്റൗട്ടിൽ കയറി അകത്തേക്ക് ഒന്ന് എത്തി നോക്കിയിട്ട് മടങ്ങി വന്നു. അച്ഛൻ! ഋഷികേശ് അശോകനെ നോക്കി. കൊലയാളികളുടെ പിന്നാലെ പോയെന്ന് ഇവിടെ നിൽക്കുന്നവർ പറയുന്നു. ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഋഷികേശിനും ധനുഷിനും അപകടത്തിൻ്റെ ചൂരടിച്ചു. അവർ പ്രകാശ് ചന്ദ്രൻ നേരെ തിരിഞ്ഞു. പ്രകാശ് ഏട്ടാ, വരി, നമുക്ക് പോകാം. പ്രകാശ് ചന്ദ്രൻ തിരിഞ്ഞു ജനങ്ങളോട് തിരക്കി. SI സാറ് ഏത് വഴിക്കാണ് പോയത്? അതുവഴി. അവർ കഴിച്ചുകൊണ്ട് മൂവരും TUVയിൽ കയറി. അത് കുതിച്ചു. കൊട്ടാരക്കര ചന്തമുക്ക് മെയിൻ റോഡ്. മാരുതി വാഗൺ നിർത്തി ചന്ദ്രശേഖർ ഇരുവശത്തേക്ക് നോക്കി. പിക്കപ്പ് വാൻ എവിടേക്ക് പോയെന്നറിയില്ല. കൊല്ലം കൊട്ടാരക്കര റൂട്ടിൽ അപ്പോഴും ഇടയ്ക്കിടെ പായുന്ന വാഹനങ്ങൾ. നിരാശയോടെ അയാൾ കാർ തിരിച്ചു വന്ന വഴിക്ക് വിട്ടു. വെളിയ റോഡ് ഏതാണ്ട് വിജനമാണ്. ഇടയ്ക്കിടെ റബ്ബർ തടികൾ കയറ്റിയ ലോറികൾ എതിരെ വന്നു. പെരുമ്പാവൂർക്കുള്ള ലോഡുകളാണ്. കരിക്കം പിന്നിട്ടതും പിന്നിൽ ചില തീക്കണകൾ തെളിഞ്ഞു. റിയർവ്യൂ മീറ്ററിലൂടെ ചന്ദ്രശേഖർ നോക്കി. കനത്ത വെളിച്ചം കാരണം വാഹനം വ്യക്തമല്ല. എന്നാൽ അത് ലോറികളാണെന്ന് മനസ്സിലായി. ചന്ദ്രശേഖർ അല്പം കൂടി വേഗം വർദ്ധിപ്പിച്ചു. അപ്പോൾ പിന്നിലുള്ള വാഹനങ്ങൾക്കും വേഗമേറി. ശത്രുക്കൾ. അത് അയാൾക്ക് ബോധ്യമായി. സ്റ്റേഷനിലേക്ക് വിളിക്കാനായി അയാൾ ഫോൺ എടുത്തു. അത് സ്വിച്ച് ഓഫ് ആയിരുന്നു. ബാറ്ററി ലോ ആയിരുന്നെന്ന് ചന്ദ്രശേഖർ ഓർത്തു. ഫോൺ വെച്ചിട്ട് വീണ്ടും കാറിൻ്റെ വേഗം വർദ്ധിപ്പിച്ചു. നെല്ലിക്കുന്നം കഴിഞ്ഞു കാർ വെലങ്ങറ എത്തിയതും പിന്നിൽ വന്ന വാഹനങ്ങളിൽ ഒന്ന് കാറിനെ ഉരഞ്ഞിട്ടെന്നവണ്ണം മുന്നിൽ കടന്നു. ഒരു ടിപ്പർ ലോറി. എടാ! ചന്ദ്രശേഖർ ഒച്ച ഉയർത്തി. ലോറിക്ക് നമ്പറില്ലെന്നും അതിനിടെ കണ്ടു. അടുത്ത നിമിഷം മുന്നിൽ പോയ ലോറി ബ്രേക്കിട്ട്. ചന്ദ്രശേഖർക്ക് ബ്രേക്ക് അമർത്താനുള്ള സമയം കിട്ടിയില്ല. ആ ക്ഷണം പിന്നിൽ വന്ന ടിപ്പർ കാറിൻ്റെ പിറകിൽ ആഞ്ഞിടിച്ചു. കാർ ലോറികൾക്കിടയിൽ അമർന്നു. അതിൽ നിന്ന് ചന്ദ്രശേഖരൻ്റെ നിലവിളി ഉയർന്നു.
അമിട്ട് പൊട്ടുന്നത് പോലെ ഒരു ഒച്ചയായിരുന്നു ലോറികൾക്കിടയിൽ ഞെരിഞ്ഞമർന്ന കാറിൽ നിന്നുണ്ടായത്. അതിനിടയിൽ SI ചന്ദ്രശേഖരന്റെ വിലാപവും. ഞൊടിയിടയിൽ ടിപ്പറുകളിൽ നിന്ന് 3 പേർ വീതം ചാടിയിറങ്ങി. റോഡിൽ മാർഗതടസ്സം ഉണ്ടാവാതിരിക്കാൻ ഡ്രൈവർമാർ ഒരു ടിപ്പർ മുന്നോട്ടും അടുത്തത് പിന്നോട്ടും മാറ്റി ഒതുക്കി. മുന്നിലെ ടിപ്പറിനൊപ്പം കാറിന്റെ ബോണറ്റും പറഞ്ഞുപോയി. നോക്ക്, ചത്തിട്ടില്ലെങ്കിൽ അവനെ കൊന്നേക്കണം. മുന്നിലെ ടിപ്പറിൽ നിന്ന് ആജ്ഞ വന്നു. റോഡിലേക്ക് ചാടിയവർ കാർ വളഞ്ഞു. ടിപ്പറിന്റെ കണ്ണം ചിക്കുന്ന വെളിച്ചത്തിൽ അവർ കണ്ടു ചുളുങ്ങിയ കളിപ്പാട്ടം കണക്കെ വാഗൺ. അതിൻ്റെ ടാങ്ക് തകർന്നു പെട്രോൾ റോഡിലേക്ക് ഒലിച്ചിറങ്ങുന്നു. ഡ്രൈവർ ഭാഗത്തെ ഡോർ തുറന്ന അവസ്ഥയിലാണ്. അവർ അകത്തേക്ക് എത്തി നോക്കി. സ്റ്റിയറിംഗ് വീൽ പിന്നോട്ട് നീങ്ങി സീറ്റിൻ്റെ ചാരിൽ ഇടിച്ചു നിൽക്കുന്നു. ചന്ദ്രശേഖരെ കാണാനില്ല. തീർച്ചയായും അയാൾ സ്റ്റിയറിംഗ് വീലിനും സീറ്റിനുമിടയിൽ കുരുങ്ങിക്കിടക്കേണ്ടതാണ്. അപ്പുറത്ത് ഒരു ചലനം പോലെ തോന്നിയ ഒരാൾ തല അല്പം കൂടി അകത്തേക്ക് നീട്ടി നോക്കി. അടുത്ത നിമിഷം ഒരു ഇടിയുടെ ഒച്ചയും അയാളുടെ നിലവിളിയും. അകത്തേക്ക് തലയിട്ടവൻ പുറത്തേക്ക് തെറിച്ചു മലർന്നു വീണു. ബാക്കിയുണ്ടായിരുന്നവർ ഞെട്ടി ഒരടി പുറകോട്ട് മാറി. അമ്പരിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് അവർ കണ്ടത്. അയാളുടെ മൂക്കും ചുണ്ടും ചതഞ്ഞ് ചോര കിനിഞ്ഞു. കളിപ്പഴം പോലെയായിരിക്കുന്നു. അവൻ അകത്തുണ്ട്, കൊല്ല്. ഉച്ചാരണത്തിൽ തെല്ലുമാറ്റത്തോടെ തറയിൽ കിടന്നയാൾ കൈ ചൂണ്ടി. ബാക്കി 5 പേർ വീണ്ടും മുന്നോട്ട് കുതിച്ചു. 3 പേർ കാറിനപ്പുറം ചെന്നു. പെട്ടെന്ന് മുന്നിൽ ഇടതുഭാഗത്തെ ഡോർ ശക്തിയിൽ തുറക്കപ്പെട്ടു. അവരിൽ ഒരുവൻ അതിൻ്റെ ഇടിയേറ്റു വേച്ചുപോയി. ആ സെക്കൻഡിൽ ഇൻസ്പെക്ടർ ചന്ദ്രശേഖർ പുറത്തേക്ക് പറന്നു വന്നു. മറ്റുള്ളവർ ഒന്ന് പതറി. മുന്നിൽ നിൽക്കുന്ന 2 പേരെ ചന്ദ്രശേഖർ തിരിച്ചറിഞ്ഞു. സായക്കും ദ്രോണും. താൻ തേടിക്കൊണ്ടിരുന്നവർ. ഈ സാലേക്കോ മാർദോ? സായ കലറി. ഒപ്പം ഒരു വടിവാൾ വലിച്ചെടുത്ത് ദ്രോണിനെ എറിഞ്ഞുകൊടുത്തു. മാരും മൈ തുക്കോ അഭി? ചന്ദ്രശേഖർ പല്ലമർത്തി. ആജ് പ്രഭാത് സേ മേം തും ദോനോ കോ കോച്ച്താത്ത. ഇടം കൈക്കാരൻ്റെ ചുളുങ്ങിയ ബോഡിയിൽ അമർത്തി കാറ്റുപോലെ ചന്ദ്രശേഖർ ചാടി ഉയർന്നു. ദ്രോണിൻ്റെ കയ്യിൽ ശക്തമായ താരണമേറ്റു. വടിവാൾ പിടിവിട്ടുപോയി. ശേഷം കൈവീശി ചന്ദ്രശേഖർ ആഞ്ഞടിച്ചു. ദ്രോണർ കാറിലേക്ക് ചാഞ്ഞു. സാല! അയാൾ ദ്രോണിൻ്റെ മുടിയിൽ കുത്തിപ്പിടിച്ചു. കാറിൻ്റെ ബോഡിയിൽ ചേർത്ത് തുരുത്തുരെ 4 അടി. ദ്രോണിൻ്റെ നെറ്റി പിളർന്നു. അയാൾ ഉച്ചത്തിൽ അലറി. മറ്റുള്ളവരും കാറിനെ വലം വെച്ചു. ചന്ദ്രശേഖരെ ആക്രമിക്കാനെത്തി. 5 പേരോട് അയാൾ ഒറ്റയ്ക്ക് ഏറ്റുമുട്ടി. പക്ഷേ സെക്കൻഡുകൾക്കുള്ളിൽ പരാജയം അറിഞ്ഞു തുടങ്ങി. അവർ ചന്ദ്രശേഖരെ താഴെയിട്ട് ചവിട്ടി. പിന്നെ കൈകളിൽ ഇരുവശത്തേക്ക് വലിച്ചു പിടിച്ചുയർത്തി കാറിൽ അമർത്തി നിർത്തി. യാതൊരു തിടുക്കവും കൂടാതെ ദ്രോൺ തറയിൽ കിടന്നിരുന്ന വടിവാളെടുത്തു. ഒന്ന് തിരിച്ചപ്പോൾ അതിൽ നിന്ന് ടക്ക് എന്നൊരു ശബ്ദം കേട്ടു. അടുത്ത നിമിഷം ഉരുക്കു കവറിൽ നിന്ന് വാൾ ഊരി വന്നു. 1/2 ഇഞ്ച് കനവും ഇരുവശത്തും മൂർച്ചയുള്ളതുമായ വാൾ. സൂചിമുന പോലെയുള്ള അതിൻ്റെ അഗ്രം ദ്രോൺ ചന്ദ്രശേഖരുടെ നെഞ്ചിൽ മുട്ടിച്ചു. പിന്നെ പറഞ്ഞു, എടാ പുല്ലേ, 10-15 വർഷമായി ഞങ്ങൾ ഈ പണി ചെയ്ത് ഇവിടെ തന്നെ കഴിയുന്നു. ഒരു പോലീസും പിന്നാലെ വന്നിട്ടില്ല. അഥവാ അങ്ങനെ ആരെങ്കിലും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അങ്ങോട്ട് കയറി തീർത്തിട്ടുണ്ട് ഞങ്ങൾ. ദ്രോണിൻ്റെ കണ്ണുകൾ വെളിച്ചമടിച്ച് വജ്രം പോലെ തിളങ്ങി. ചാകും മുമ്പ് നീ ഒന്നുകൂടി അറിഞ്ഞോടാ. നിന്റെ മോനില്ലേ വൈഷ്ണവ്, അവനെ ഞങ്ങൾ കൊന്നതാ. 3 എണ്ണത്തിനെ തീർക്കാൻ നോക്കിയതാ, കഴിഞ്ഞില്ല. പക്ഷേ ഇനിയെങ്കിലും മര്യാദയ്ക്കല്ലെങ്കിൽ ബാക്കി 2 എണ്ണത്തിനെ ഞങ്ങൾ കൊന്നിരിക്കും. ചന്ദ്രശേഖർ ശക്തമായി ഞെട്ടി. വടിവാൾ തുമ്പിലൂടെ ദ്രോൺ അത് തിരിച്ചറിഞ്ഞു. അയാൾ ക്രൂരമായി ചിരിച്ചു. നിന്റെ മോളെ മാത്രം ഞങ്ങൾ കൊല്ലത്തില്ല, അവളെ ഞങ്ങൾക്ക് വേണം. ചന്ദ്രശേഖർ ഒന്നുലഞ്ഞു. ഇവന്മാരെ ജീവനോടെ വിട്ടാൽ തൻ്റെ കുടുംബം? അപ്പോൾ സായകും പറഞ്ഞു, ഈ നാട്ടിൽ പോലീസാണെന്ന് പറഞ്ഞ് നടന്നിട്ട് യാതൊരു കാര്യവുമില്ലടോ. പവറും പ്രൊട്ടക്ഷനുമൊക്കെ ഞങ്ങൾക്ക് തന്നെ. അളിഞ്ഞ പട്ടിയെപ്പോലെ നിന്നെയൊക്കെ കുഴിച്ചു മൂടുമ്പോൾ ഒരു പക്ഷേ സർക്കാർ ബഹുമതി എന്ന പേരിൽ തോക്ക് തറയിൽ കുത്തി ഒരുത്തൻ PP യോതും. തീർന്നു ചന്ദ്രശേഖരെ എല്ലാം. ഒന്ന് കുതറാൻ പോലുമായില്ല SIക്ക്. അതേമാതിരി പിടിച്ചിരിക്കുകയാണവർ. പെട്ടെന്ന് ചന്ദ്രശേഖർ തിരക്കി. നിങ്ങൾ എന്നെ കൊല്ലാൻ പോവുകയല്ലേ? അതെ. എങ്കിൽ ഒരു കാര്യം കൂടി പറഞ്ഞു തരാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. അവർക്കത് മനസ്സിലായില്ല. പരസ്പരം നോക്കി. എന്തു കാര്യം? മറ്റാർക്കോ വേണ്ടിയാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കുറപ്പുണ്ട്. ആരാണ് അയാൾ? എല്ലാത്തിനും പിന്നിൽ മറഞ്ഞു നിൽക്കുന്ന ആ പട്ടി. ദ്രോൺ ശിരസ് ഇടംവലം വെട്ടിച്ചു. വേണ്ട ഇൻസ്പെക്ടർ, തൻ്റെ ശരീരത്തെ എവിടെയെങ്കിലും ഒരു സ്പൈ ക്യാമറയോ വോയിസ് റെക്കോർഡറോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ലല്ലോ. അതുകൊണ്ട് ആ പേര് മാത്രം കേൾക്കണ്ട. ദ്രോൺ! അകലെ നിന്ന് ഒരു വാഹനത്തിൻ്റെ വെളിച്ചം വരുന്നത് കണ്ട് സായക് ധൃതി കൂട്ടി. ദ്രോൺ ചന്ദ്രശേഖരുടെ നെഞ്ചിൽ നിന്ന് വടിവാൾ പിന്നിലേക്ക് വലിച്ചു. പിന്നെ സർവ്വശക്തിയിലും ഒറ്റക്കുത്ത് ചന്ദ്രശേഖരുടെ ഹൃദയത്തിന് നേർക്ക്. പക്ഷേ കാൽപാദം കാറിലമർത്തി ഗുണ്ടകളുമായി അയാൾ താഴേക്ക് അമർന്നു. വല്ലാത്തൊരു ശബ്ദത്തോടെ വടിവാൾ കാറിൻ്റെ ബോഡിയിൽ തുളഞ്ഞിറങ്ങി. എടാ! ഗർജിച്ചുകൊണ്ട് ദ്രോൺ അത് വീണ്ടും വലിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ഒരു മാത്ര വൈകി. ആ നിമിഷം അവിടെ ഒരു TUV ബ്രേക്ക് ഇട്ടു. അച്ഛനാ അവിടെ! അലറിക്കൊണ്ട് ഋഷികേശ് ഡോർ തുറന്ന് ചാടി. തൊട്ടു പിന്നാലെ ധനുഷും. അച്ഛാ! മറ്റൊന്ന് ശ്രദ്ധിക്കാതെ അവർ പാഞ്ഞു വന്നു. ഗുണ്ടകളൊന്ന് പതറി. അത്രയും മതിയായിരുന്നു ചന്ദ്രശേഖർക്ക്. അയാൾ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് തൻ്റെ ശരീരം ഊരിയെടുത്തു. പിന്നെ നടന്നത് പൊരിഞ്ഞ അടി.
പ്രകാശ് ചന്ദ്രനും സഹായത്തിനെത്തി. തൻ്റെ മക്കൾ ശത്രുക്കളെ ആക്രമിക്കുന്നത് കണ്ട ചന്ദ്രശേഖർ നടുങ്ങി. യാതൊരു ദയവുമില്ലാത്ത അടി. ഋഷി തനിക്ക് നേരെ വന്ന അടി തടഞ്ഞിട്ട് ആ കൈ പിടിച്ച് കാൽമുട്ടിൽ ചേർത്തിടിച്ചു. കപ്പത്തണ്ടൊടിയുന്നത് പോലെ ഒരൊച്ച, ഒപ്പം അയാളുടെ നിലവിളി. ആ കൈ ഒടിഞ്ഞെന്ന് ചന്ദ്രശേഖർക്ക് ഉറപ്പായി. ധനുഷ് ഒരു തൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചിട്ട് കാൽമുട്ട് മടക്കി അടിവയറ്റിലിടിച്ചു. ചന്ദ്രശേഖർ വിളിച്ചു പറഞ്ഞു, മക്കളെ അവന്മാരെ കൊല്ലരുത്, എനിക്ക് ജീവനോടെ വേണം. ദ്രോണിൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് അയാൾ തീയുവിക്ക് നേരെ വലിച്ചിഴച്ചു. ആ ക്ഷണം പിന്നിൽ തീക്കണ്ണുകൾ എരിയിച്ചുകൊണ്ടിരുന്ന ടിപ്പർ ലോറി ഒറ്റവരവ്. മാറിക്കോ അച്ഛാ, ഋഷേഷ് വിളിച്ചു പറഞ്ഞു. ചന്ദ്രശേഖർ ദ്രോണിനെ വിട്ടു പുറകോട്ട് ചാടി. ലോറി ഒരിക്കൽ കൂടി കാറിൽ വന്നിടിച്ചു. കാർ നിവർന്ന് റോഡിൽ മലർന്നു വീണു. ആ തക്കത്തിന് ഗുണ്ടകൾ മറ്റുള്ളവരുടെ കൈ തട്ടിയിട്ട് ടിപ്പറുകളിലേക്ക് ഓടിക്കയറി. അവരെ തടയാൻ ചന്ദ്രശേഖർക്ക് കഴിഞ്ഞില്ല. കഥ തുടരും.